ചെറിയ കുട്ടികൾക്ക് മുട്ടായി കൊടുത്തിട്ട് നമ്മൾ പിടിക്കണ പോലെ നമ്മള് ഒരു വീട്ടിലുള്ള വേറെ ആൾക്കാരെ ഫോക്കസ് ചെയ്യും, ആ വീട്ടുകാർ നമ്മളെ അക്കാഡമിനെ പറ്റി അറിയുന്നു. ഒന്നല്ല രണ്ടെണ്ണം വേണം പറയും. ഇത് പഠിച്ചത് ഒരു ബിസിനസ് ചെയ്ത് പൊട്ടി കുറെ പൈസ പോയപ്പോഴാണ്. ഒരിക്കലും നിലവിൽ ഹൈപ്പിൽ നിൽക്കുന്ന വലിയ ടീമുകളോട് എനിക്ക് കോമ്പറ്റീഷനിൽ നടക്കാൻ പറ്റൂല. കാരണം അവരിറക്കുന്ന പൈസ നമുക്ക് ചിലപ്പോൾ ഇറക്കാൻ പറ്റും. മനസ്സിലായി? ചില ആൾക്കാരുണ്ട് 1000 കുട്ടികൾ 500 കുട്ടികൾ 50 കുട്ടികൾ തന്നെ വലിയ സംഭവമായി നടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഗ്രോത്ത് ചെയ്യാൻ പറ്റൂല. അടുത്ത സെം ആവുമ്പോ ഏത് അക്കാഡമിനെയാണോ വെച്ച് പറഞ്ഞത് ആ അക്കാഡമിന്റെ 100 കുട്ടികൾ ഒറ്റയടിക്ക് കൺവേർട്ട്. 3ാം ക്ലാസ് വരെയോ? നമ്മുടെ ആദ്യത്തെ ഒഫീഷ്യൽ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നബീലിനും സ്വാഗതം. ഹായ്. ഹായ്. ഞാൻ നബീലിനെ കൂടുതലായിട്ടൊന്നും പരിചയപ്പെട്ടിട്ടില്ല. നബീലിന് എന്നെയും വലിയ രീതിയിൽ അറിയില്ല, കുറച്ചൊക്കെ ഏകദേശം അറിയാം. അപ്പോൾ നബീലിനെ പരിചയപ്പെടുന്നത് ചിലപ്പോൾ ഈ കാണുന്ന ആൾക്കാരും കൂടെ കുറച്ച് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നിയതുകൊണ്ട് നമ്മളിതൊരു പോഡ്കാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് സംശയങ്ങളുള്ള നബീലിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള പല കാര്യങ്ങളും ചോദിക്കും. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, എന്തുകൊണ്ടും ഈ പോഡ്കാസ്റ്റിൽ വരേണ്ട ഒരാൾ തന്നെയാണ് നബീൽ. അങ്ങനെ ആരെങ്കിലും പിടിച്ച് നമ്മൾ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുകയല്ല, വരേണ്ട ആളാണെന്നുള്ള വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ്. നബീലിന് ഇപ്പം എത്ര വയസ്സുണ്ടെന്ന് പറയാമോ? എനിക്കിപ്പം കറന്റ് 19 വയസ്സാണ്. ഓക്കെ. 19 വയസ്സിൽ നമ്മളൊക്കെ എന്ത് ചെയ്യായിരുന്നു? ഈ 19 വയസ്സിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു ട്രാക്ഷനൊക്കെ ഉണ്ടാക്കി, ഒരു ബേസൊക്കെ ഉണ്ടാക്കി, ഒരു സാമ്രാജ്യം തന്നെ ബിൽഡ് ചെയ്ത് തുടങ്ങിയെന്നല്ലേ? അൽഹംദുലില്ലാ. ഒരു 2000 കുട്ടികൾ 25 സ്റ്റാഫൊക്കെ ഉള്ള ഒരു ഡിഗ്രി ട്യൂഷൻ സെന്റർ ഇപ്പൊ റൺ ചെയ്യുന്നുണ്ട്. 2000 കുട്ടികൾ 25 സ്റ്റാഫ്. എന്ത് വിനയത്തോടെയാ പറയുന്നത്. എന്താ സ്ഥാപനത്തിന്റെ പേര്? സ്കോളേഴ്സ് ഹബ്ബ് എന്നാണ് ഇപ്പൊ പേര്. നമ്മള് പേര് ചേഞ്ച് ചെയ്യാൻ പോവാണ്. സ്കോളേഴ്സ് ഹബ്ബ് എന്നാണ് പേര്. ഇത് എത്ര വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തത്? ഒരു 6 മാസം. 6 മാസം. അതായത് 18 വയസ്സിൽ തുടങ്ങി 19 വയസ്സാകുമ്പോഴേക്ക് നബീലിന്റെ സാമ്രാജ്യം 2000 സ്റ്റുഡൻസ് ഉള്ളൊരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇത് ഇപ്പൊ പ്രോഫിറ്റബിൾ ആയിട്ടാണോ കമ്പനി ഓടുന്നത്? അത് സ്റ്റാർട്ടിങ് മന്ത് മുതൽ തന്നെ പ്രോഫിറ്റബിൾ ആണ്. സീറോ ഇൻവെസ്റ്റ്മെന്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 0 ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് ഫസ്റ്റ് മന്ത് മുതൽ പ്രോഫിറ്റബിൾ ആണ്. നബീൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഒരു ജോലിയും ചെയ്തില്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാ? ബിസിനസ് ആയിട്ട് നല്ല? ഇല്ല, സത്യം പറഞ്ഞാല് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം വാപ്പ പൈസ അയക്കും, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും. പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഗൾഫിലൊരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലിയാണ്. അപ്പം അങ്ങനെ നമുക്ക് വീടുണ്ടായിരുന്നു, കടമുണ്ട്, അങ്ങനെ അത്യാവശ്യം വലിയ ബാക്ക്ഗ്രൗണ്ട് അല്ല, നോർമൽ അങ്ങനെ പറയാം. അപ്പം വാപ്പക്ക് നമുക്ക് വീട് കടമുണ്ട്, കടം തീർക്കണം. അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഈ ഹെൽത്ത് ഇഷ്യൂസ്, ഞാൻ ഹോസ്പിറ്റലിൽ എക്സ്പെൻസ്, മെയിനായിട്ട് ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവുക, അങ്ങനെയൊക്കെ. ഇൻഷുറൻസ് ഇല്ലായിരുന്നു? ഇൻഷുറൻസ് കിട്ടിയില്ല. അപ്പൊ എന്താ ചെയ്തെന്ന് വെച്ചാല് എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്യണം. കൂടെ പഠിക്കണ എല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ മാത്രമേ വർക്ക് ചെയ്യാത്ത. ഏകദേശം എത്ര വയസ്സിലാണ് തോന്നി തുടങ്ങിയത്? 18 വയസ്സിൽ തോന്നി തുടങ്ങിയപ്പോ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തു? തോന്നി തുടങ്ങി. എനിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് നാട്ടിലെ കടത്തത്തിലായി. ആദ്യം ഞാൻ പ്ലാൻ ചെയ്ത് എന്താ വെച്ചാല് ചാലിയും ബീച്ചിൽ ഒരു ചായപ്പൊടി ഇടാൻ വേണ്ടിട്ട്. ചായ ഉണ്ടാക്കുന്ന മുമ്പേ അറിയാവോ? ഇല്ല, എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ചായ അവിടെ പോയി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ച പോലെ ഇവിടെ പോസിബിൾ അല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് മനസ്സിലായത്? ഞാൻ നോക്കട്ടെ ഒരു ബിസിനസ് വീക്ഷണം. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ഷോപ്പുകൾ ഓൾറെഡി ഉണ്ട്. മാത്രമല്ല നമ്മൾ വരുന്നതിനനുസരിച്ച് ഞായറാഴ്ച മാത്രമാണ് കൂടുതൽ ആൾക്കാർ, ബാക്കിയുള്ള സമയത്ത് കൂടുതൽ ആൾക്കാരില്ല. നമ്മൾ അവിടെ ഇടുന്ന ടൈമിനും നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനുള്ള എക്സ്പെൻസ് ചിലപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്ന് തോന്നി. ഞാനൊക്കെ ഇത് പഠിച്ചത് ഒരു ബിസിനസ് ചെയ്ത് പൊട്ടി കുറെ പൈസ പോയപ്പോഴാണ് ഈ സാധനം പഠിച്ചത്. അത് തുടങ്ങുന്നതിന് മുമ്പ് അത് മനസ്സിലാക്കാൻ പറ്റി. തുടങ്ങുന്നത് തന്നെ അത് മനസ്സിലായി. പാപ്പാക്ക് ബിസിനസ് ഉണ്ടോ? ഇല്ല. പാരമ്പര്യമായിട്ട് ആർക്കും ഇല്ല. അപ്പം അത് ശേഷം പിന്നെ നാട്ടിൽ കടത്തത്തിലായ ഒരു ദിവസം ഡിഗ്രി കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിന് പോയി. അവിടെ നിന്ന് 2 കുട്ടികളെ പരിചയപ്പെടുന്നു. നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യണം, ബിസിനസ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നു. അതിലൊരാൾ ഫ്രീ ആയിട്ട് ഡിഗ്രി ക്ലാസ് എടുക്കാൻ പ്ലാൻ ഇട്ട്. അപ്പം ഞാൻ ചിന്തിച്ചു നമുക്ക് എന്തുകൊണ്ട് ഒരു ബിസിനസ് ആയിക്കൂടാന്ന് വെച്ചാൽ അവരോട് ചോദിച്ചു. അപ്പം അതിലൊരാൾ പറഞ്ഞ് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ, നമുക്കൊന്നും അറിയില്ലല്ലോ, നമ്മളെങ്ങനെയാണ് ക്ലാസ് എടുക്കുക, ക്വാളിഫൈഡ് ആയുള്ള ആൾക്കാർ വേണ്ടതെന്നുള്ള, സാലറി കൊടുക്കാൻ പൈസ ഇല്ലല്ലോ. അന്നാള് കേരളത്തിലെ ആ ഫീൽഡിൽ അറിയപ്പെട്ട ഒരു അക്കാഡമീൻ്റെ പേരും പറഞ്ഞിട്ടാണ് നമുക്ക് തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. വേറൊരു ചങ്ങായിണ്ട്. അപ്പൊ ആള് പറഞ്ഞ് അക്കാഡമിന്റെ പേര് പറഞ്ഞ് തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്രയും വലിയ ആൾക്കാർ ഇത്രയും മാർക്കറ്റിംഗിൽ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പുതിയൊന്ന് ഇട്ടിട്ട് പുഷ് ചെയ്ത് കയറാൻ പറ്റുന്നത്? ചെറിയൊരു ഉദാഹരണം ചേട്ടാ അതിന്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പേ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്, റോഡിൻ്റെത്, അതുപോലെ
വലിയ വലിയ ബ്രാൻഡുകളുടെ മൈക്കുകൾ, അതിന്റെ സ്ക്വയറിൽ വലിയൊരു മൈക്ക്, അതുപോലെ ഒരു പപ്പും പൂടയും പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിനുണ്ട്. പക്ഷെ ഇപ്പൊ ഏത് വ്ളോഗേഴ്സിന് എടുത്ത് കഴിഞ്ഞാലും ഈ ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? മാർക്കറ്റിൽ അവർക്ക് ആ പ്രൊഡക്റ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫീച്ചേഴ്സ് ഇറക്കാൻ പറ്റും. എന്ത് പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞ കാര്യമില്ല, നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്കല്ലേ അത് മാർക്കറ്റ് ക്രാക്ക് ചെയ്തല്ലേ? അതായത് ഒറ്റയടിക്കെന്ന് വെച്ചാല് അടുത്ത സെം ആവുമ്പോ ഏത് അക്കാഡമിനെയാണോ വെച്ച് പറഞ്ഞത് ആ അക്കാഡമിന്റെ 100 കുട്ടികൾ ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഏതാന്ന് റിവീൽ ചെയ്യാൻ പറ്റുമോ? വേണ്ട. ഓക്കെ. മാത്രല്ല ആ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അക്കാഡമി ആയിട്ട് വെറും 3 മാസം കൊണ്ട് നമ്മൾ അക്കാഡമി സ്കോളേഴ്സ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒന്നുണ്ട് അല്ലേ? നമ്മളെ എനിക്കറിയാം. അതായത് സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകൾ ഇതേ പേരിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പേര് ചേഞ്ച് ചെയ്യാൻ പോവാണ്. എല്ലാം കോമഡിയാണ്. സത്യം പറഞ്ഞാൽ പേര് എങ്ങനെ ഇടണം, എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഇതൊക്കെ സംഭവിക്കുക വെച്ചാൽ അന്ന് പ്ലാൻ ഇട്ട് ഒരുത്തം പറഞ്ഞ് 15,000 രൂപ. ഒരുത്തം എന്ന് പറയുന്ന എത്ര വയസ്സുള്ള ആളാ? ആൾക്കും 19 വയസ്സ്. 19 വയസ്സ് കൂടെ പഠിച്ച? അല്ല, ഞാൻ അവിടെ ഡിഗ്രീൻ്റെ അടുത്ത് പരിചയപ്പെടുന്നതാ. അങ്ങനെ ആള് എന്നോട് ചോദിച്ച് 15,000 രൂപ കയ്യിലുണ്ടോ ചോദിച്ച്. 15,000 രൂപ കയ്യിലില്ല, വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ട പൈസയെങ്കിലും വേണ്ടേ? ആക്ച്വലി ആ സാധനം പോലും നമ്മളെ കയ്യിലില്ല. അപ്പം 2 ആൾ ഒഴിഞ്ഞ്, പിന്നെ ഞാൻ ഒറ്റക്കാണ്. അപ്പം ഞാൻ കുറച്ച് ആൾക്കാർ ഈ പ്ലാൻ പറയായിരുന്നു. ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. സാധാരണ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു പെയിന് കണ്ടിട്ട് ആ പെയിനിന് സൊല്യൂഷൻ ആവണമെന്നാണ് പറയാറ്. നിങ്ങൾ അതുപോലെയാണോ തുടങ്ങിയത്? അതുപോലെയാണ്. സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ക്ലാസ്സിന് പോയപ്പം അവിടുത്തെ ക്ലാസ് 2 മണിക്കൂർ കൊണ്ട് 2 ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലായില്ല. അതായത് നമ്മളൊരു ബുക്ക് എടുത്താൽ ആ ബുക്കിൽ 4 ബ്ലോക്കാണ് ഉണ്ടാവുക. ബ്ലോക്ക് 4 മൊഡ്യൂൾ പോലെ. അതിന്റെ 2 ബ്ലോക്ക് 2-3 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പഠിപ്പിക്കാൻ തീർത്തു വരവ് 2-3 മണിക്കൂറിന് പഠിപ്പിച്ച് തീർക്കാം. അതായത് ഒരു ബുക്ക് നമുക്ക് ഏകദേശം 8 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ പഠിപ്പിച്ച് തീർക്കാം. 8 മണിക്കൂർ കൊണ്ട് ഇവര് പഠിപ്പിച്ച് തീർക്കും. കോളേജുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച് തീർക്കും. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കി എന്നത് സമയം ഒന്ന്, ഞാൻ സ്കൂളിൽ സത്യം പറഞ്ഞാൽ 3ാം ക്ലാസ് വരെ പ്രോപ്പറായിട്ട് പോയിട്ടുള്ളൂ. 3ാം ക്ലാസ് വരെയോ? 3ാം ക്ലാസ് വരെയോ? പിന്നീട് ഹോസ്റ്റലിലാണ്. പിന്നെ സ്കൂളിൽ പോയിട്ടില്ല, പരീക്ഷ ഒന്നും എഴുതിയില്ല. പിന്നെ ഡയറക്റ്റ് NUS 10 +2 ആണ് എഴുതുന്നത്. സ്കൂളിൽ പോയിട്ടില്ല ഇതുവരെ. പക്ഷെ അതിന് എന്തെങ്കിലും പരിമിതികളുണ്ടോ എഴുതുന്നതിലും വായിക്കുന്നതിലൊക്കെ? എനിക്ക് വലിയ പരിമിതി തോന്നിയിട്ടില്ല. കാരണം ഇസ്ലാമിക് കോളേജിൽ നമുക്ക് ജസ്റ്റ് ട്രെയിനിങ് കാര്യങ്ങളും കിട്ടും. അതല്ലാതെ സ്കൂളിൽ നമ്മൾ പഠിച്ചു വരുന്ന ആ സിസ്റ്റത്തിൽ വന്നിട്ടില്ല. അതായത് അങ്ങനത്തെ ഒരു നോളജ് ഉണ്ടാവില്ല. ആ സാധനമൊന്നുമില്ല. ജസ്റ്റ് ഇംഗ്ലീഷ് വായിക്കാൻ അറിയും, മലയാളം വായിക്കാൻ അറിയും, ഇംഗ്ലീഷ് എന്തെങ്കിലും നന്നായി എഴുതാൻ അറിയാം. ബാക്കി നമ്മൾ അങ്ങോട്ട് എഴുതി ഉണ്ടാക്കുക. അതാണ് എക്സാമിനൊക്കെ സംഭവിക്കുക. അങ്ങനെയാണ് ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ഡിഗ്രി എടുത്തത്. അങ്ങനെ ഈ ക്ലാസ് മനസ്സിലാണില്ല. അപ്പൊ ഞാൻ ഈ NIOS എന്ന് പറയുന്നത് നമുക്ക് 3ാം ക്ലാസ് ഡയറക്റ്റ് അതിലേക്ക് പോകാൻ പറ്റും, എഴുതാൻ പറ്റും. വയസ്സായാൽ മതി. ഐ തിങ്ക് 14 or 15. അപ്പൊ 1ാം ക്ലാസ് പോലും പഠിക്കാത്ത ആളാണെങ്കിലും പോകാൻ പറ്റും. അങ്ങനെയാണല്ലേ? ഇപ്പം നമ്മള് എല്ലാരും അങ്ങനെയാണ് എഴുതുന്നത് NUS. അങ്ങനെ ഡിഗ്രീന്റെ എന്തായെന്ന് വെച്ചാല് ഞാൻ അവിടെ കണ്ട പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ഏജ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. ഇവർക്ക് ഒരിക്കലും സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. സ്പീഡിൽ ക്ലാസ് എടുത്താൽ മനസ്സിലാവില്ല. കാരണം ഇവര് +2 കഴിഞ്ഞിട്ട് ഏകദേശം 10-20 വർഷം കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ വരുന്നത്. ഇതേ സാറന്മാർ അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാ. പക്ഷെ ഇതേ സാറന്മാർ അല്ലെങ്കിൽ ഇവരെ പോലത്തെ സാറന്മാര് സ്ലോ ആക്കി പഠിപ്പിച്ചാൽ ഇവർക്ക് എന്തായാലും മനസ്സിലാവും ചെയ്യും. ഇതാണ് ഞാൻ കണ്ട ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഓൺലൈൻ കോഴ്സിൽ നമുക്ക് വൈഡ് ഓഡിയൻസ് ആണ്. എത്ര ആൾക്കാർക്ക് പടർന്നൊരു സാധനമാണല്ലോ. അപ്പൊ പിന്നെ ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ എങ്ങനെ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഒരു അക്കാഡമി എന്ത് കൊടുക്കുന്നു പോലും ഞാൻ നോക്കിയിട്ടില്ല. ഫീസ് എത്ര ബാക്കിയുള്ളവർ വാങ്ങുന്നത് നോക്കിയിട്ടില്ല, അവരെന്തോ കൊടുക്കും നോക്കിയിട്ടില്ല. ഒരു ദിവസം കൂടുതലുള്ളവർ ചോദിച്ചപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം എന്തൊക്കെയാണ് ഞാൻ അവരോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ നോട്ട്സും ക്ലാസ്സും പിന്നെ നോട്ടിഫിക്കേഷനും കൊടുത്താൽ മതിയാണ്. അങ്ങനെയാണ് ഞാൻ പ്ലാൻ എടുത്തത്. എക്സാം നോട്ടിഫിക്കേഷൻ, അതായത് യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റുകൾ നമ്മൾ കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കുക. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, എനിക്ക് 18 വയസ്സാണ്. ഞാൻ ഈ തുടങ്ങുന്നത് കുട്ടികളിൽ ഒരാളും അറിയരുത്. 18 വയസ്സാണ് എനിക്ക് എന്നുള്ളത്. കിട്ടൂല. അതായത് ക്ലാസ് തരുമെന്ന്. അങ്ങനെ ആ 18 വയസ്സെന്നുള്ള അറിയരുത്. അടുത്തൊരു ചലഞ്ച് എന്നുള്ളത്, എൻ്റെ കയ്യിൽ സാറന്മാരില്ല. 10 ദിവസമാണ് എനിക്കുള്ള ടൈം. 10 ദിവസത്തിനുള്ളിൽ 150 ആൾക്കാർ ജോയിൻ ചെയ്താൽ മാത്രം. ആരായി 10 ദിവസം ടൈം വന്നത്? ഞാൻ ഹോസ്റ്റലിൽ പോകാൻ 10 ദിവസമേ ബാക്കിയുള്ളൂ. ഹോസ്റ്റലിൽ പോയി ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം. ഈ 10 ദിവസത്തിനുള്ളിൽ
150 കുട്ടികൾ ജോയിൻ ചെയ്താലേ ആ സെം ഓടാനുള്ള പൈസ കിട്ടുള്ളൂ. ഈ സെം ഓടാനുള്ള പൈസ കിട്ടിയാലേ സെം ഓടാൻ എന്തൊക്കെ പൈസ ചെലവുകളായിരുന്നു ഉള്ളത്? സാലറി, സ്റ്റാഫിന്റെ സാലറി. എത്ര സാറന്മാരുണ്ടായിരുന്നു അപ്പോ? അന്നൊരു 8 സാറന്മാർ ഫസ്റ്റ്. അതായത് സാറന്മാരില്ല, പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇല്ല, പറഞ്ഞു വെച്ചിട്ടും ഇല്ല. ഞാൻ കണക്കൂട്ടി വെക്കാണ് എത്ര പൈസ വേണം ഇത് ഓടാൻ വേണ്ടി. എത്രയായിരുന്നു അവർക്ക് കൂട്ടിയ സാലറി? ഏകദേശം ഞാൻ 3 ലക്ഷമാണ് കൂട്ടിയത്. ഒരാൾക്കല്ല, ഞാൻ സബ്ജക്ട് ബേസ്, യൂണിറ്റ് ബേസ്, ഹവർ വെച്ചിട്ടാണ് ഞാൻ കണക്കൂട്ടിണ്ടായത്. അതായത് സാലറി അങ്ങനെ നമുക്ക് കാൽക്കുലേഷൻ എത്ര വെച്ച് കൂട്ടിയെന്ന് പറയാൻ പറ്റുമോ? അതായത് ഞാൻ സത്യം പറഞ്ഞ ആദ്യം ഒരു കോമഡി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം എത്ര സാലറി കൊടുക്കണം എന്ന് അറിയില്ല. അത് ഈ ഫീൽഡിൽ എനിക്ക് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ കൂടെ ഉള്ളവരെ ചോദിച്ചാൽ പറഞ്ഞു അവരിന് 200 കൊടുത്താൽ മതി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 200, 150 കൊടുത്താൽ മതി പറഞ്ഞു. പറഞ്ഞു 150 നല്ല കുറവല്ലേ, 250 കൊടുക്കാ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അളിയനെ വിളിച്ചു പറഞ്ഞു. അളിയനോട് വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ ഈ സമയത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്ന അറിയില്ല. 150 കുട്ടികളായാൽ മാത്രമേ ഞാൻ വീട്ടുകാരോട് പറയുള്ളൂ. കാരണം വീട്ടുകാർ സമ്മതിക്കൂല വെച്ചാൽ +2 കഴിഞ്ഞ് എനിക്ക് എങ്ങനെയാണ് ഡിഗ്രി ട്യൂഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാന്നുള്ള ചലഞ്ചാണ് ഉള്ളത്. കയ്യിൽ പൈസ ഇല്ല, എല്ലാവരും കോമഡി ആയിട്ട് കാണില്ല. അതുകൊണ്ട് ഞാൻ വീട്ടുകാരോട് പറഞ്ഞില്ല. അങ്ങനെ 150 കുട്ടികളായ സമയത്ത് അളിയനെ വിളിച്ചു പറഞ്ഞു. അളിയൻ വെച്ചാൽ എത്ര സാലറി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 250 നല്ല സാറന്മാരെ കിട്ടൂല ചോദിച്ചു. നല്ല ആൾക്കാരെ കിട്ടൂല, സാറന്മാരെ കിട്ടുള്ളൂ പറഞ്ഞു. 250 നിങ്ങൾ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ കുറവാണ്. അപ്പൊ ബാക്കിയുള്ളവര് അപ്പൊ എനിക്ക് മനസ്സിലായി നോർമലി ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് ഇവർ ഉദ്ദേശിക്കണേ നമുക്ക് എങ്ങനെ സ്റ്റാഫിന്. ഞാൻ ഡോക്ടർ അനന്തുവിന്റെ വീഡിയോയിൽ കണ്ടു സൈലത്തിന്റെ. അതായത് പറഞ്ഞ 1000, 2000 ഒക്കെ കിട്ടാറുണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക്. എന്റെ സ്റ്റാഫിന് ഇപ്പൊ 800 ആണ് കേട്ടോ. 800 ആണ്. അപ്പൊ എന്ത് ചെയ്തു? അപ്പം 250 മാറ്റി 400 ആക്കി സ്റ്റാർട്ട് ചെയ്തു. ഒരു 4-5 ക്ലാസ് ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ 500 ആക്കി കൊടുത്തു. പിന്നെ നല്ല ക്ലാസ്സുകളായിരുന്നു. നല്ല ക്ലാസ് വെച്ചാല് നമ്മുടെ അക്കാഡമീന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഒരു സാറിനും നെറ്റെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. മിനിമം നെറ്റെങ്കിലും ക്വാളിഫൈഡ് ആയിരിക്കും. ചില ആൾക്കാർ ക്വാളിഫിക്കേഷൻ പറഞ്ഞുതരാം. ഒരു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുടെ ആള് നെറ്റ് ക്വാളിഫൈഡ് ആണ്, നെറ്റ് സെറ്റ് എല്ലാണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആണ്. വേറെ സൂര്യ സർ എന്ന ഒരാളുടെ ആള് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. 800 രൂപ കിട്ടുന്നുണ്ടോ? കിട്ടൂല. അതായത് ഇവരിനി ഏത് അക്കാഡമിയിലും പോകാൻ സാധ്യത കുറവാണ്. കാരണം നമ്മളോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റും കൂടെ ഉണ്ടല്ലോ. ഇവര് സത്യം പറഞ്ഞാൽ ജയകൃഷ്ണൻ സാറിനൊക്കെ ഞാൻ കണ്ട ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മളൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കി. സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കല്ലോ. അപ്പം കുട്ടികൾക്ക് നമ്മൾ ഇത്ര സപ്പോർട്ടീവ് ആണെന്ന് അറിയിക്കണം. നമ്മളതിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളും കൂടെ. അതിനൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് എക്സാമിന് 3 ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്തു. ഏകദേശം 3 ദിവസം കൊണ്ട് 1500 അടുത്ത് കുട്ടികൾ ജോയിൻ ചെയ്തു. ഇത് എങ്ങനെയാ മാർക്കറ്റിംഗ് വല്ലതും ചെയ്തിരുന്നോ അല്ലെങ്കിൽ സ്പ്രെഡ് ആയിട്ട് പോയോ? ഇല്ല, ഞാൻ ഇങ്ങനെ ചെയ്തു. ഒരു ഇത് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഒരു അടിയിൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനും നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തെറ്റുകൾ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടിയിട്ട് എക്സ്പെർട്ടായ ഫാക്കൽറ്റീസും കൂടെ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നുള്ള സാധനം വെച്ചിട്ട്. ഈ ജയകൃഷ്ണ സാറ് എക്സ്ട്രാ സാലറി ഒന്നുമില്ല. ആള് രാത്രി 12 മണി 1 മണി വരെ ഇരുന്ന് കുട്ടികളോട് ചോദ്യം ചോദിക്കലും ക്ലാസ് അങ്ങനത്തെ ആളാണ്. മനസ്സിലായോ? അതായത് എക്സ്ട്രാ നമ്മൾ എന്ത് വേണമെന്ന് ചോദിക്കൂല. ഞാൻ ചെയ്യാൻ മറന്ന കാര്യങ്ങളൊക്കെ ഇവരോട് അങ്ങനെയുള്ളവരേ ഉള്ളൂ. മനസ്സിലായി? കാരണം ഞാൻ മനസ്സിലാക്കിയ വെച്ചാൽ അതിനിടയിൽ ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റീസ് പോലെ കുറച്ച് ആൾക്കാരെ ചില സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ എടുക്കും. അവരെടുത്ത ക്ലാസ്സുകൾ അത്ര പോരാ. കാരണം നമ്മൾ സാലറിക്ക് കൊടുക്കുന്ന ക്ലാസ് അവരെടുക്കുള്ളൂ. നമ്മൾ എക്സ്ട്രാ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ചോദിച്ചാൽ വേണ്ടാന്ന് പറയും. എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാൽ പറ്റൂല അറിയും. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഒറ്റക്ക് അതായത് 2 കാര്യങ്ങളാണ് നമ്മൾ അവരോട് സമീപിക്കുന്ന ഒരു സമീപനം. നമ്മളെ അക്കാഡമി എത്രത്തോളം വളരുന്ന അവർക്കുള്ള ഒരു ഹോപ്പ്. അതിനോടൊപ്പം കുട്ടികളുടെ അടുത്തുനിന്ന് ഫീഡ്ബാക്ക്. ഞാൻ പൊതുവേ ചെയ്യൽ സംഭവമാണ്. ഞാൻ കുട്ടികൾക്കൊക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ക്ലാസ് വന്നാൽ ഞാൻ അപ്പം ഫീഡ്ബാക്ക് ഇടാൻ പറയും. ഇതാണ് ഇവർക്കുള്ള സന്തോഷം. സാറന്മാർക്ക് സാലറിയേക്കാൾ കൂടുതൽ അവർക്ക് ഇഷ്ടം ഇവരുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്കാണ്. അപ്പൊ ഇത് അവർ ചെയ്തോളും. നെഗറ്റീവ് വരാറുണ്ടോ? സത്യം പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ അക്കാഡമീന്റെ ആപ്പിന്റെ റിവ്യൂസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരു കുട്ടി പോലും ബാഡ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ തന്നെ എടുത്ത് ഡിലീറ്റ് ചെയ്യുന്നതാണോ? അല്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റില്ല. ഇല്ല, ക്ലാസ് പ്ലസിന്റെ ആയതുകൊണ്ട് നമുക്ക് തീരെ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം വിഷയം എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ എടുത്ത് നോക്കും, വോട്ടൊക്കെ എടുത്ത് നോക്കും. ഒന്നും വേണ്ട, സാറ്റിസ്ഫൈഡ് അല്ലാത്തവർക്ക് റീഫണ്ട് കൊടുക്കുന്ന ഏക ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളേ ഉള്ളൂ. ഇപ്പോഴത്തെ പുതിയ സ്ട്രാറ്റജി വെച്ചാൽ പാസ്സായില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും. കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിൽ ഞാൻ വന്ന് ചെയ്തേനെ. എന്താ സംഭവിച്ചാൽ 2 റീസൺസാണ്. ഞാൻ എന്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്തവർക്ക് തിരിച്ച് റീഫണ്ട് കൊടുക്കുന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി, നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ നല്ല സാറന്മാർ വെച്ചിട്ട് ക്ലാസ് കൊടുക്കാൻ ഇന്നൊരു ടീമില്ല.
ഓക്കെ, കോൺഫിഡന്റ് ആണ്. ആ കോൺഫിഡൻ്റ് ആണ്. കാരണം നമ്മൾ സാർമാർ പറഞ്ഞത് മാത്രമേ എക്സാമിന് ഏകദേശം ചോദിച്ചിട്ടുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസ് അവസാനം ഒരു 5 മണിക്കൂർ യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ എന്താ സംഭവിച്ചാൽ ഞാനൊക്കെ മുമ്പ് ഈ എജോ ബോർഡ് സെയിലൊക്കെ കണ്ടപ്പം MS സൊല്യൂഷൻ അന്ന് പിടിച്ചിട്ടുണ്ടായില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ച് എല്ലാ ടീമുകളും എന്താണ് ക്വസ്റ്റ്യൻ ചാമ്പിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ എക്സ്പേർട്ടായ ആൾക്കാർക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നല്ലേ. അതായത് ഇവര് ഇന്ന് പഠിച്ച ഇന്ന് 10ൽ പഠിച്ച സാധനം +2 വീണ്ടും പഠിക്കാണ്, അതേ സാധനം ഡിഗ്രിക്ക് വീണ്ടും പഠിക്കാണ്, അതേ സാധനം ഇവർ നെറ്റിന് വീണ്ടും പ്രിപ്പയർ ചെയ്യാണ്. ഇവർക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്, എങ്ങനെ സാധനം ഉള്ളതെന്ന് ഏകദേശം ഐഡിയ കിട്ടും. അതുകൊണ്ട് ഇവർ പറയണതേ ചോദിക്കുള്ളൂ. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മളിൽ നിന്ന് ഒരാൾ കുട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അറിയ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കാണ്. ബാക്കിയുള്ള അക്കാഡമീസും ഒക്കെ ഫുൾ ടൈം സാർമാരെ എടുക്കുള്ളൂ. ഞാൻ പാർട്ട് ടൈം എടുത്ത് സപ്പോർട്ട് കൊടുക്കാൻ ആൾക്കാർക്ക് പറ്റൂല. നമ്മൾ ഇവരോട് കാണിക്കുന്ന ആ ലീഡർഷിപ്പും കമ്മിറ്റ്മെന്റും ആണ് ഇവർ അക്കാഡമിയോടുള്ള ഇഷ്ടം. ഈ സാധനം കൊണ്ട് ഈ സാറന്മാർ അങ്ങനെ പോവില്ല. അതായത് ഇന്നേ ഇവർ ഒരു സാറും റിസൈൻ ചെയ്തിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവർക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവും. അവർക്ക് ഇഷ്ടപ്പെടുക അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാതെ വേറെ ആളുണ്ടോ റീപ്ലേസ് ചെയ്യാൻ? അല്ല, അത് അവർ തന്നെ ആക്കി തരും. അതൊന്നും നോക്കണ്ട. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ എന്തായാലും എടുക്കാണ്ടിരിക്കൂല. കാരണം ഞാൻ ഇത്രേ പറയുള്ളൂ, സർ കുട്ടികളൊക്കെ പ്രശ്നം ഉണ്ടാക്കും, ക്ലാസ് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറയുമ്പോൾ അവർക്ക് അക്കാഡമി നിലനിന്ന് പോകണം, അവരെടുത്തോളും. ഓക്കെ, ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഈ 250 400 രൂപയാക്കി. അവിടെ നിന്നുള്ള ബാക്കി സ്റ്റോറി പറഞ്ഞെ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ 150 കുട്ടികളെ 150 കുട്ടികൾ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നു. തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടില്ല. 150 കുട്ടികൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി. എത്രയായിരുന്നു അന്ന് സ്റ്റാർട്ടിങ്ങിൽ? സത്യം പറഞ്ഞാൽ ഞാൻ മന്ത്ലി 399 എന്നാണ് പറഞ്ഞത്. എൻ്റെ അളിയനെ വിളിച്ചു പറഞ്ഞു. അളിയൻ പറഞ്ഞു, നീ മാസ ഫീസ് വാങ്ങുകയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആണ്, സെക്കൻഡ് മന്ത് ക്ലാസ് കേൾക്കാത്തവർ ജോയിൻ ചെയ്യൂല, നീ ബാക്കി സാലറി കൊടുക്കുകയാണെങ്കിൽ നീ പെട്ടുപോകുന്നു പറഞ്ഞു. റെക്കോർഡ് ക്ലാസ് ആണോ? റെക്കോർഡ് ക്ലാസ് ആണ് ഉണ്ടാവുക മെയിനായിട്ട്. കാരണം ഉള്ള എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇപ്പോഴും റെക്കോർഡാണോ? ഇപ്പൊ റെക്കോർഡ് ക്ലാസ് ആണ്. 2 വീക്സ് കൂടുമ്പോൾ ലൈവ് ഉണ്ടാവും. ഈ ലൈവിൽ ഇവർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അതിന്റെ സൊല്യൂഷൻ അടുത്തേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ വൺ ടൈം ആയിട്ട് ക്ലാസ് ഷൂട്ട് ചെയ്താൽ മതി. വൺ ടൈം ആയിട്ട് ക്ലാസ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഞാനൊക്കെ കൊടുക്കുന്ന സെയിം ഫോർമാറ്റ് തന്നെയാണ്. ബട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മുമ്പേ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കൂല. ക്ലാസ് എനിക്ക് ഈ സെമ്മ് തുടങ്ങുന്നതിന് മുമ്പ് ബാക്കിയുള്ള അക്കാഡമിക്സ് ചെയ്യുന്ന പോലെ മുമ്പേ ഷൂട്ട് ചെയ്ത് വെക്കൂല. പ്രശ്നം എന്താ വെച്ചാൽ ക്ലാസ്സിന്റെ പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് പ്രശ്നം പറഞ്ഞാൽ അത് നാളെ സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഫുൾ കഴിഞ്ഞ് നമ്മൾ സാലറിയും കൊടുത്ത് നാളെ വന്ന് കുട്ടികൾ പറയുകയാണ് ഇത് മനസ്സിലാവണില്ല, ഇങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റൂല. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു വട്ടം ഉണ്ടായതിനു ശേഷം പിന്നെ ഞാൻ നിർത്തി. എളുപ്പപ്പണി നോക്കാതെ. അതായത് ചിലപ്പോൾ കുറച്ച് 1-2 ദിവസം ലാഗ് വരും, പക്ഷെ ആ സാധനത്തിന് ക്വാളിറ്റി ഉണ്ടാവും. ഇവർക്കും തോന്നും സപ്പോർട്ടീവ് ആണെന്നല്ലേ. നമ്മൾ ഈ പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്യാതെ ഇവർക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇവര് നമ്മൾ പറഞ്ഞിട്ട് ഒരു പരിഗണന ഇല്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡ് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പറ്റൂല. എടുത്ത ക്ലാസ് വീണ്ടും ആളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റൂല. സാലറി ഇതൊക്കെ അത്യാവശ്യം ഇഷ്യൂ ആണ്. അതായത് ലാഗ് വന്നാൽ പോലും കുട്ടികൾക്ക് ക്വാളിറ്റി ഉള്ള സാധനം കിട്ടിയാൽ മതി. ഇത് നിങ്ങൾ സിലബസ് മാറുമ്പോഴാണോ വീണ്ടും മാറ്റി ഷൂട്ട് ചെയ്യുക? സത്യം പറഞ്ഞാൽ 6 മാസത്തിലായിട്ടുള്ളൂ, തുടങ്ങിയല്ലോ. ഒരു വർഷമെങ്കിലായ നമുക്ക് പറയാം വർഷത്തിൽ മാറ്റാറുണ്ടോ ചോദിക്കാം അല്ലെ. സിലബസ് മാറേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഓക്കെ, അപ്പോ നിങ്ങളിപ്പോ അടുത്ത പ്രാവശ്യം എന്താ പറയാ പുതിയ കുട്ടികൾ വരുന്നു. അതായത് പഴയ ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റിന്റെ സാർ എടുത്ത ക്ലാസ്, കുറച്ച് ക്ലാസ് എടുത്ത സാറിന് ക്ലാസ് അത്ര ഓക്കെ അല്ല. ആ ക്ലാസ് ഞാൻ ഈ സെമ്മിൽ എന്തായാലും മാറ്റും. കാരണം അത് റീടേക്ക് അത് കൊടുക്കൂല. കാരണം നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് ബാഡ് ഫീഡ്ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിൽ നിന്ന് കയറേണ്ട 10 കുട്ടികൾ ഇല്ലാണ്ടാവും. ആ 10 കുട്ടികളിൽ നിന്ന് അടുത്ത 100 ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഹോട്ടലൊക്കെ ചെയ്യും, തലേ ദിവസത്തെ സാധനമൊക്കെ ചൂടാക്കി കൊടുക്കുന്ന സാധനം. ഒന്നും വേണ്ട, നമ്മൾ ചിലപ്പോൾ ഒരാളെ ഫീഡ്ബാക്കിനായിരിക്കും നമ്മളെ വില കളയാ. പക്ഷെ ആ ഒരാൾ വഴി 10 ആള് കേൾക്കും ഈ ക്ലാസ് പോരാന്നുള്ളത്. ആ 10 ആൾക്കാർ അടുത്ത 100 ആൾക്കാർ വരുമ്പോൾ അവരോടൊക്കെ അടുത്ത ക്ലാസ് പോരാ, അത്ര രസമില്ല എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിനൊക്കെ ഉള്ളിൽ ഒരു ബാഡ് ഫീഡ്ബാക്ക് റൺ ആവാൻ തുടങ്ങും. അതോടുകൂടെ നമ്മുടെ ബിസിനസ്സിൽ ഡൗൺ ആവാൻ തുടങ്ങും. ഇവിടെ 150 സ്റ്റുഡൻസ് വന്നു, ഫീസ് അടച്ചു വന്നു. ഫീസ് അടച്ചിട്ടില്ല, അടക്കാതെ വന്നു. അടക്കുന്നതിന് മുമ്പ് ഗ്രൂപ്പിൽ വന്നു തീരുമാനിച്ചു. ഇവരെങ്ങനെയാണ് ക്ലോസ് ചെയ്ത് കോഴ്സിലേക്ക് എത്തിച്ചത്? അപ്പം അളിയൻ വിളിച്ചു പറഞ്ഞു 390 കൊടുത്താൽ റെഡി ആവില്ല. ഉമ്മാവും വീട്ടുകാരൊക്കെ വിളിച്ച് കുറച്ച് പറഞ്ഞു, അതായത് എന്തായാലും കടത്തില്ല. സത്യം അവർ പറഞ്ഞുള്ളതാണ്. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് മന്ത്ലി ആണോ 390? അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ ക്ലാസ് അവർക്ക് ഒറ്റ മാസം കൊണ്ട് വേണേ കണ്ടു തീർക്കാലോ അല്ലേ? ഞാൻ അത് ആ പ്രോപ്പർ പ്ലാൻ ഒന്നും അപ്പൊ ഇല്ല. അന്ന് വെച്ചാല് ഇത്ര ക്ലാസ്, അതായത് ഞാൻ വീക്കിലി 5 ക്ലാസ് കൊടുക്കും. അതിനുള്ള സാറന്മാരെ ഹയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വീക്കിലി 5 ക്ലാസ് ആണ് ഉണ്ടാവുക. ഇതാണ് ചെയ്യുക, ഇങ്ങനെയാണ് മന്ത്ലി ഫീസ് അടക്കേണ്ടത്, ഇത്രയും റൂൾസ് ഉള്ളൂ. ആദ്യം അളിയൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അടുത്ത്
തോട്ട്സിലേക്ക് എത്തുന്നത്. എന്ത് ചെയ്യണം? എൻ്റെ മുമ്പിലുള്ള 5 days ആണ് ഞാൻ ഇവർക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞതിന് മുമ്പിൽ. ഈ 5 ദിവസം കൊണ്ട് ഫീസ് മാറ്റിയിട്ട് ഇതേ ആൾക്കാരോട് 2000 ഫീസ് പറയണം. പറഞ്ഞ ആൾക്കാരോട് 390 പറഞ്ഞ ആൾക്കാരോട് 2000 പറയണം. 400 അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അത് വലിയൊരു ചലഞ്ചാണ്. എന്ത് സ്ട്രാറ്റജിയാണ്? ഈ സമയത്ത് ഞാൻ ഹോസ്റ്റലിലാണ്, ഫോൺ വിളിക്കാൻ സമയം കിട്ടില്ല. ഓൺലി 3 hours ആണ് എനിക്ക് ഫോൺ അലോഡ്. ഈ 3 മണിക്കൂറിൽ ഈ 150 കുട്ടികളെ ഈ ഗ്രൂപ്പൊക്കെ മാനേജ് ചെയ്യുന്ന സാറന്മാരാണോ? ഞാൻ 3 മണിക്കൂർ ഫോൺ കിട്ടുന്നതിൽ ബാക്കിയുള്ള സമയത്ത് ഗ്രൂപ്പ് ആക്റ്റീവ് അല്ല. അല്ല ഗ്രൂപ്പ് ഓപ്പൺ ആക്കി ആരൊക്കെ എന്തൊക്കെ ചോദിച്ചോട്ട് വന്നിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. എന്നിട്ട് ഈ സമയത്ത് 2000 അല്ല 1899 ഏകദേശം 2000 തന്നെ. അങ്ങനെ പിന്നെ 999 പാക്കേജ്, 2 പാക്കേജ് ഉണ്ടായിരുന്നു. ഇപ്പം കുട്ടികളെ ഇവരൊക്കെ ഈ 150 ആൾക്കാരെ ഉള്ളത്, ഈ 150ൽ 120 എങ്കിലും കൺവേർട്ട് ആയാലേ എനിക്ക് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 150 120 കൺവേർട്ട് ആകുന്ന പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ. പക്ഷേ സ്കൂളിന്റെ സിലബസ് ചെയ്യാൻ എനിക്കറിയില്ല. നമ്മളിപ്പോൾ മെന്റലി ഹിപ്നോട്ടിക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു 10% 20% ആണ് മാക്സിമം ക്ലോസിംഗ് റേഷ്യോ വരിക. 120 പേരുണ്ടെങ്കിൽ ഒരു 24 പേരുണ്ടാവും. ബട്ട് ആ 150ൽ ഞാൻ 130 ആൾക്കാരും ഇതിൽ 1899 പാക്കേജ് എടുത്തു വെച്ചാൽ ഞാൻ ചെയ്ത സാധനം വെച്ചാൽ ആദ്യം നോർമൽ പ്ലാൻ മാറ്റി, നോർമൽ പ്ലാൻ മാസ്റ്റർ പ്ലാൻ. എന്നിട്ട് ഞാൻ മാസ്റ്റർ പ്ലാനെ പ്രൊമോട്ട് ചെയ്തു. അതിൽ ഞാൻ സാറന്മാർ ഹൈ ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പൊ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികൾ അങ്ങനെ ഫെയിൽ ആവില്ല. നോർമലി ഒരു സാറ് പഠിപ്പിച്ച കുട്ടികളിൽ 50 ആൾക്കാർ പഠിച്ചാൽ 30 ആൾക്കാരും പാസ്സായാൽ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, കൂടുതൽ ആൾക്കാർ പാസ്സാവേ ചെയ്യുള്ളൂ എന്ന്. ഈ സ്ട്രാറ്റജി ഞാൻ എന്ത് ചെയ്തു, ഫോക്കസ് ചെയ്തിട്ട് പഠിപ്പിച്ച കുട്ടികൾ അങ്ങനെ ഫെയിൽ ആവാറില്ല. അതുകൊണ്ട് ഓൺലൈനിൽ എടുത്താൽ നിങ്ങളെ ക്ലാസ് കിട്ടില്ലെങ്കിൽ പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന ഉറപ്പ് വരുത്തണം. ഒരു 80 സ്റ്റുഡൻസിനെ മാത്രമേ നമ്മുടെ മാസ്റ്റർ പ്ലാനിലേക്ക് എടുക്കുള്ളൂ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് നമുക്കൊരു ഗൂഗിൾ ഷീറ്റ് പോലെ നമ്മളൊരു സാധനം തയ്യാറാക്കൂലേ, അപ്പൊ അതുപോലെ ഇവർ ഫില്ല് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഫില്ല് ചെയ്ത ആൾക്കാർ മുതൽ വിളിക്കും. ഞാൻ നിങ്ങൾ ഫസ്റ്റ് ഫില്ല് ചെയ്തോണ്ടാണ് നിങ്ങളെ ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പൊ വരുന്ന കസ്റ്റമേഴ്സിനുള്ളിൽ തോന്നാ നമുക്ക് കൂടുതൽ റിലേഷൻ. അതായത് എത്രാം ക്ലാസ്സിലെ കുട്ടികളാണ്? ഇതൊരു 25-30 വയസ്സുള്ള നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റും 25-30 വയസ്സുള്ള ആൾക്കാർ. 25 മാത്രമല്ല, മിനിമം ഞാൻ ഒരു ദിവസം കോൺടാക്ട് എങ്ങനെ കിട്ടി? നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിൽ നിന്ന് കിട്ടി. യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് വെച്ചാൽ ഞാൻ സ്റ്റുഡന്റ് ആണല്ലോ, അപ്പൊ എനിക്ക് ആ ഗ്രൂപ്പിൽ നമ്പർ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് അത്രേ അറിയുള്ളൂ, മനസ്സിലായി. അതായത് നമ്മൾ ജസ്റ്റ് പ്രശ്നം ഉണ്ടാക്കാൻ വിളിച്ച് ഇതാക്കൊന്നല്ല. ഞാൻ സത്യം പറഞ്ഞ അന്ന് ചെയ്തു വെച്ചാൽ ഒരു വോയിസ് ക്രിയേറ്റ് ചെയ്തു, എല്ലാവരും പേഴ്സണൽ അയച്ചു. കോൾ ചെയ്യാൻ സാലറി കൊടുക്കാനുള്ള പൈസ ഇല്ല. ബട്ട് ഈ ഒരു സാധനം കൊണ്ട് 4 ദിവസം കൊണ്ട് 120 കുട്ടികളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. 120 കുട്ടികൾ 150 അല്ല 4 ദിവസം 4 ദിവസം. അങ്ങനെയാണ് ഞാൻ അടുത്ത പ്ലാനിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മളൊരു 150 പേരുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അത് മെസ്സേജ് നോക്കുന്ന ആൾക്കാർ തന്നെ ശരിക്കും ഒരു 80 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പകുതി അത്ര ഉണ്ടാവില്ല. പക്ഷെ ഇവരോട് ഞാൻ ഞാൻ ചെയ്തെന്താ വെച്ചാല്, ഞാൻ ഒരു ലിങ്ക് അയക്കുമ്പോൾ 2 ലിങ്ക് അയച്ചു കൊടുക്കും. ഒന്ന് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, ഒന്ന് ഒഫീഷ്യൽ ഗ്രൂപ്പ്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ തീരുമാനിച്ച് പറയാന്നുള്ളവർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാരണം ആ ടൈം എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും 5000 ക്ലാസ് കൊടുക്കുന്നത്. പക്ഷേ അന്ന് ഞാൻ ഏകദേശം ഡ്യൂറേഷനൊക്കെ എത്ര സമയമുണ്ട് ക്ലാസ്സിന്റെ? ഓരോ ക്ലാസ് 1 hour ഉണ്ടാവും, ഓരോ യൂണിറ്റും. അങ്ങനെ 1 വീക്കിൽ 5 ക്ലാസ് കൊടുക്കുന്ന പറഞ്ഞത് 5 hour ഉണ്ടാവും. അതിന് പുറമെ ഒരു ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിന് 36-40. ഇത് ഏത് പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ കൊടുത്തോണ്ടിരുന്നത്? ഇപ്പം നമുക്ക് ക്ലാസ് പ്ലസിന്റെ ആപ്പാണ്, അത് മാറ്റാൻ പോവാം. അത് പേയ്മെന്റ് കൊടുത്ത് വാങ്ങുന്നല്ലേ? അതിന് ഞാനൊരു 35,000 ആപ്പാണ് വാങ്ങിയത്. ഓക്കെ, ഈ 35,000 കൂടെ ലാഭിച്ചിരുന്നോടെ നമ്മുടെ ഉപഗ്രാമം എന്നുണ്ടെങ്കിൽ അല്ലേ? അവർക്ക് ഇങ്ങനെ കമ്മീഷൻ ആണോ? അവർക്ക് കമ്മീഷനാണ്. കമ്മീഷനും പോകുന്നുണ്ട്. 35,000 കൊടുക്കണം, 10% കമ്മീഷനും ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല, കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ കുറ്റം തേർഡ് പാർട്ടി ആപ്പുകൾ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് ഉള്ളത് ഇപ്പൊ നമുക്ക് റെക്കോർഡ് ക്ലാസ് കൊടുക്കുക, ലീവ് ക്ലാസ് കൊടുക്കുക, സ്റ്റഡി നോട്ട്സ് കൊടുക്കുക, ക്വിസ് മൊഡ്യൂള്, വാട്സപ്പ്, അതിൽ തന്നെ നമുക്ക് ചാറ്റ് ബോർഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ക്ലാസ് പ്ലസ് ആണ് തേർഡ് പാർട്ടികൾ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആപ്പ്. മാറാൻ പോവാ. ഞാൻ പുതിയ നമ്മൾ കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷനിലേക്ക് മാറാൻ പോവാണ്. കസ്റ്റമൈസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ എത്ര ചെലവായി? ഏകദേശം ഒരു 1.5 അടുത്ത്, 5 lakhിന്റെ അടുത്ത്. അല്ല 1.5 lakh, അതായത് 1.5 ലക്ഷത്തിന്റെ അടുത്താണ്. എന്താവാ, ഏകദേശം നമുക്ക്
കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷന് എക്സ്പെൻസ് വരിക. നിങ്ങൾ അപ്ഗ്രോന്റെ നിങ്ങൾ സോഴ്സ് കോഡും കൂടെ നിങ്ങൾ വാങ്ങുന്നോണ്ടാണ് ഉപഗ്രാം സോറി സോഴ്സ് കോഡും കൂടെ വാങ്ങുന്ന ഓൾറെഡി കസ്റ്റമൈസ് ചെയ്ത ആപ്പിൽ നിങ്ങളതേക്കിലും മാറ്റി അല്ല, അതായത് കോഡ് ഇവരുടെ കയ്യിലുണ്ടാവും, പക്ഷെ അവരതിനെ എന്ത് ചെയ്ത് തരും, കസ്റ്റമൈസ് ചെയ്ത് തരും. ക്ലാസ് പ്ലസിൽ കസ്റ്റമൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. ഉള്ളിൽ കയറിയ എല്ലാവർക്കും സെയിം ആയിരിക്കും, ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റൂല. മറ്റവരയിൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രാൻഡ് ആയിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യുക, അവരെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല. ഇവർ പിന്നെ പ്രോഫിറ്റ് ഷെയറിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രോഫിറ്റ് ഷെയറിംഗ് വെച്ചാൽ അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ഞാൻ ക്ലാസ് പ്ലസിന് കൊടുക്കണം. 10% അല്ലേ? ഇതില് ഇതിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ കാര്യങ്ങളൊക്കെ അവരതാ, അവർ മാനേജ്, അവരിലേക്ക് പോവും, അവരെന്ന് പോയിട്ട് അവർ കമ്മീഷൻ എടുത്ത് തിരിച്ചയച്ചു തരും. അതായത് ഈ 10% കൊടുത്തു കഴിഞ്ഞാൽ വേറെ ചെലവുകളൊന്നും നിങ്ങൾക്ക് ഇല്ലല്ലോ? വേറെ ചെലവുകളൊന്നുമില്ല. ഓക്കെ, നമ്മളെപ്പോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങളെ പറയുന്ന പോലെ തന്നെ. പക്ഷേ ഇതിൽ വേറൊരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ കൊണ്ടുവരുന്ന സ്റ്റുഡൻസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ. പക്ഷെ നമ്മളെ അങ്ങനെയല്ലല്ലോ, മാർക്കറ്റ് പ്ലേസ് നിങ്ങളതാകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് കുറേ ആൾക്കാരെ കാണിക്കുന്നതിന് പകരം അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ ഏതോ ആൾക്കാർ കണ്ട് അവർ പർച്ചേസ് ചെയ്യുന്നതിന് നിങ്ങളെ കോഴ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെറിയൊരു കമ്മീഷൻ എടുത്ത് തിരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ആ ഒരു ആഡ് ഫേസ്ബുക്ക് സെയിൽസ് അതിൽ വരും. ഒന്ന് നബീൽ ഡയറക്റ്റ് കൊണ്ടുവരുന്നത്, പിന്നെ എൻ്റെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ആ കോഴ്സ് കണ്ടുവരുത്താൻ വേറെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സ് വേണം, ഇതാരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ തപ്പി നോക്കുമ്പോൾ കിട്ടുന്ന എന്താ പറയാ എൻഡ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം. മൂന്നാമത്തേത് ഞങ്ങളുടെ ആപ്പ് ആകുമ്പോൾ ഞങ്ങൾ അതിലൊരു കോഴ്സ് ഉണ്ടാകുമ്പോൾ പ്രൊമോട്ട് ചെയ്യാമല്ലോ. നബീൽ പേയ്മെന്റ് ഒന്നും അടക്കാണ്ട് പ്രൊമോട്ട് വെച്ചിരിക്കുന്ന കോഴ്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് നബീലിന് ക്ലോസിംഗ് കൊണ്ട് തരുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ ബെറ്റർ അല്ലേ? കറക്റ്റ് സാധനല്ലേ പ്ലേസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം നോർമലി ഞാൻ കണ്ടൊരു സംഭവം ഞാൻ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. വേറെ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചലഞ്ചുകൾ ഇത്രയാണ്. ഇപ്പയും കുട്ടികൾക്കാർക്കും ഞാൻ ആരാണെന്ന് അറിയൂല, ഹിഡൻ ആണ്. സാറന്മാരില്ല, ആരാ ക്ലാസ് എടുക്കണമെന്ന് അറിയൂല. കാരണം സാറന്മാരെ ഹയർ ചെയ്തിട്ടില്ല. 150 കുട്ടികൾ ഫീസ് അടക്കാൻ, ഈ 2000 രൂപേന്റെ ഫീസ് അടക്കാൻ തയ്യാറായാൽ മാത്രമേ ഞാൻ സാറന്മാരെ ഹയർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോകും. സ്ട്രാറ്റജിക് ബിസിനസ്. അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങണം. ആരെങ്കിലും ഇൻസ്പയർ ആയിട്ടാണോ, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടാണോ? ഒന്നും അറിയില്ല, ഒന്നുമില്ല. പഠിച്ചവൻ ആ ഒരു മൈൻഡ് തന്നു. സത്യം പറഞ്ഞാല് നമുക്കൊരു സമയത്ത് എന്താണ് വേണ്ടത് അല്ലാതെ അങ്ങോട്ട് തന്നു. അതായത് ഓരോ സമയം നോക്കിയാൽ മതി. അൽഹംദുലില്ലാ നമുക്ക് അറിയൂല ഇപ്പം എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല, സിലബസ് എങ്ങനെ നോക്കണം അറിയില്ല. സത്യം പറഞ്ഞാൽ സിലബസ് ഒന്നും അറിയില്ല. വയസ്സ് 1000 കുട്ടികളാവുന്നവർ ഒരു കുട്ടിക്കും ഞാൻ അറിയില്ല. 1000 കുട്ടികളുള്ളപ്പം ഏതെങ്കിലും ഒരു അക്കാഡമി അറിയാം. ഞാൻ പരിചയപ്പെട്ട സമയത്ത് ഫേസ് റിവീൽ ചെയ്തിരുന്നില്ല. ഇല്ല. അതായത് നമ്മള് ഓഫീസില്ല, ഞാൻ ആരാ അറിയില്ല, ഫൗണ്ടർ ആരാ അറിയില്ല, ഓൺലി വാട്സപ്പ് മാത്രം. ഈ ധൈര്യത്തിൽ എങ്ങനെ കുട്ടികൾ പൈസ അയക്കാം? വാട്സപ്പ് എന്ന് പറഞ്ഞ അപാര സാധനം. വെബ്സൈറ്റ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, വേറെ എന്ത് വഴി വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വാട്സപ്പ് വഴി ആൾക്കാർ വാങ്ങും. അതങ്ങനെയാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്ന സാധനം. നമ്പർ കിട്ടുന്നുണ്ടുള്ളതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ ട്രസ്റ്റ് ആണ് കേസ് എടുക്കാൻ. അതെ. ബട്ട് ഞാൻ അപ്പം മനസ്സിലാക്കിയൊരു സംഭവം എന്ന് വെച്ചാൽ അള്ളാഹു തന്നൊരു അതായത് നമുക്ക് അള്ളാഹു നൽകിയൊരു സംഭവമാണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു സാധനം. ഒരൊറ്റ വോയിസ് കൊണ്ടാണ് ഇത്രയും അഡ്മിഷൻ കയറി, ഒരൊറ്റ വോയിസ്. അങ്ങനെ അവിടുന്ന് 150 ആൾക്കാർ ജോയിൻ ചെയ്യാൻ ഏകദേശം കൺഫർമേഷൻ തന്ന് ഫീസ് വാങ്ങി ഇനി വെബ്സൈറ്റ് ഉണ്ടാക്കണം. എൻ്റെ കയ്യിലുള്ള 3 ദിവസമാണ്. ഈ എയിന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതാ. ക്ലാസ് ഡെമോ ക്ലാസ് കൊടുത്ത് ഫസ്റ്റ് സാർമാരൊന്നും ഉണ്ടായില്ല. കഷ്ടപ്പെട്ട് രാത്രി 12 മണിക്കൊക്കെ ആരൊക്കെയോ വിളിച്ച് ക്ലാസ് എടുപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അവസാനം 6 രാത്രിയാണ് ഒരാളെ സെറ്റ് ആവുന്നത്. ഒരു ഡെമോ ക്ലാസ് എടുത്ത് എയിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് 10 ക്ലാസ് തുടങ്ങുന്നതാണ്. ഈ എയിന് ഞാൻ എന്ത് ചെയ്തു, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരുടെ ഫീസ് വാങ്ങിയല്ലോ, ഈ ഫീസ് ആർക്ക് കൊടുത്തു, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ കൊടുത്തു. എന്നിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി ഒരു 3 ദിവസം കൊണ്ട്. 3 ദിവസം കൊണ്ട് നല്ല വെബ്സൈറ്റ് കിട്ടിയോ? ഇല്ല. വെബ്സൈറ്റ് എന്തിനു വേണ്ടി? വെബ്സൈറ്റ് കിട്ടി. അതിലായിരുന്നു ക്ലാസ് കൊടുക്കേണ്ടത്. അതിലായിരുന്നു ക്ലാസ് കൊടുക്കേണ്ടത്. യൂട്യൂബിലെ ലിങ്ക് എടുത്തിട്ട് ലിങ്ക് പോകില്ലേ? ലിങ്ക് പോകില്ല. സംഭവം വേറെ എന്തോ ഒരു കോഡ് പർച്ചേസ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ ഞാൻ കൊടുത്ത ആൾക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. അയാൾ എന്താ ചെയ്തറിയാം, അയാളെ നമ്മൾ എല്ലാ ബിസിനസ്സുകാർക്കും പറ്റുന്ന ഫസ്റ്റ് പ്രശ്നമാണ് പൈസ കുറഞ്ഞ് എന്ത് കണ്ടാലും പോയി പർച്ചേസ് ചെയ്യാം. നമ്മൾ നോർമലി ചിന്തിച്ചാൽ തന്നെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആ ടെക്കീസിന് കൊടുക്കേണ്ട സാലറി എങ്കിലും നമ്മൾ നോക്കണ്ടേ. അതിൻ്റെ ബാക്കിയുള്ള കോഡുകൾ LMS എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആവശ്യമുണ്ട് അതിനുള്ളിൽ. അപ്പം അതിൻ്റെ ഒരു എമൗണ്ട് ഒന്നും ഇവർ ചിന്തിക്കൂല. അവിടെ ഒരു 5000 രൂപ ഉണ്ട് അല്ലെങ്കിൽ 10,000 രൂപ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഇവർ പോയി വാങ്ങും. ഞാനും ഈ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നതിന് മുമ്പ്, ആപ്പിന്റെ കൊട്ടേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ടീമിനോട് സംസാരിച്ചു. 2 ലക്ഷത്തിന് എഴുതി തരാന്ന് പറഞ്ഞു. വേറൊരു ടീമിനോട് ചോദിച്ചു 5 ലക്ഷത്തിന് എഴുതി തരാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ 5 ലക്ഷത്തിന് എഴുതുന്നത് ബെറ്റർ ആയിരിക്കുന്നതാണ്. ഇവൻ ഞാൻ ചെയ്യുന്നത് ഓക്കെ ചെയ്യാം ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അത് അതുപോലെ തന്നെ ആയിരിക്കുന്നു. വേറൊരു ടീമിനോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്
ഇത് അങ്ങനെയല്ല, ഇത് കുറച്ച് സീരിയസ് ആയിട്ട് നോക്കണം. അതായത് സോഴ്സ് കോഡും കാര്യങ്ങളും കൂടെ കിട്ടുമ്പോൾ മിനിമം 8 lakhs കൂടുതൽ എന്തായാലും 16 ലക്ഷമായി. അതല്ല 8 കൂടുതൽ കയറും. കാരണം നിങ്ങൾ വൈഡ് ആണല്ലോ, അതായത് ഒരുപാട് ഫീച്ചേഴ്സിനനുസരിച്ചാണ് എമൗണ്ട് വരിക. ഇപ്പം ഞാൻ ഒരു ആപ്പ് ഡെവലപ്മെന്റ് കമ്പനി മാനേജറാണ്. ഇപ്പം ഞാൻ 9 വയസ്സ്. അതായത് അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് കമ്പനി ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ടീമിനെ പഠിക്കാൻ മാത്രമല്ല അവിടുത്തെ ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് അതിന്റെ ഫൗണ്ടേഴ്സിനും കാര്യങ്ങളായാലും നിലവിൽ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പം എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ സാധനവും അവരതാണ്. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എമൗണ്ടും കുറവാണ്, കസ്റ്റമൈസേഷൻ ഉണ്ട്, എന്നാൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, 1 lakh+ സ്റ്റുഡൻസിൽ അക്കാഡമീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്, നമ്മൾ വിളിച്ചെല്ലാം സംസാരിക്കും. ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ എനിക്ക് വേറെ ഇപ്പോൾ കമ്പനിയിൽ കയറാൻ അറിയായിട്ടൊന്നുമില്ല. ആപ്പ് ഡെവലപ്മെന്റ് കമ്പനിയിലേക്ക് ആപ്പിനെ പറ്റി മനസ്സിലായി, വേറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനും അറിയാം. പക്ഷെ ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ കയറിയത്. അതാണ് ഞാൻ പറഞ്ഞത്, മിനിമം നമ്മളൊരു കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ 1 lakh+ എന്തായാലും വരും. 2 lakhന്റെ അടുത്ത് ഏകദേശം എന്തായാലും വരും. കാരണം അതിൽ കുറച്ച് തരാന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷന് ആപ്പ് വരുന്നുണ്ടോ, 2-3 മാസം വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ ആപ്പ് വന്നിട്ട് അതിലിട്ടോ അത്രയും ലാഭിക്കാലോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നേരത്തെ വിഷയം നമ്മളെവിടെയൊക്കെ വന്നു. ഈ 150 കുട്ടികളെ അൽഹംദുലില്ലാ ഞാൻ മൊത്തം കൺവേർട്ട് ചെയ്തു, വലിയ പാക്കേജിലേക്ക് എത്തി. അതിലൊരു 20 ആൾക്കാരൊക്കെ പേടി ഉണ്ടായിരുന്നു. നമ്മൾ ക്ലാസ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ആൾക്കാർ വലിയ പാക്കേജ് എടുത്തില്ല. സത്യം പറഞ്ഞാൽ ചെറിയ പാക്കേജ് എടുത്തുള്ളൂ. 399 പാക്കേജ് ഒഴിവാക്കിയിട്ടില്ല. അതായത് അവിടെ നമ്മൾ 399 ഒഴിവാക്കി കഴിഞ്ഞാൽ കുട്ടികൾ വിചാരിക്കുക പറ്റിക്കാണെന്ന. 399 അവിടെ വെക്കലോട് കൂടെ വലിയ കാനം കൂടെ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചത് ഇവിടെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് അറിയണം എന്നുള്ളത്. അതായത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആദ്യം 80 കുട്ടികൾ പറഞ്ഞു. 80 ഫില്ലായപ്പം നമ്മളെ മീറ്റിംഗിൽ തീരുമാനിച്ചു പറഞ്ഞു, മീറ്റിംഗ് ഇരിക്കേണ്ടത് ഞാൻ തന്നെയാണല്ലോ, ഒറ്റയ്ക്കല്ലോ, ഇൻവെസ്റ്റേഴ്സ് ഇല്ല, പാർട്ട്നേഴ്സ് ഇല്ല, മാനേജ്മെന്റ് ടീം ഒന്നും ഇല്ല. ഞാൻ തന്നെ 100 ആളാക്കി, പിന്നെ 120 ആക്കി, പിന്നെ ആ പ്ലാൻ അങ്ങനെ എടുത്ത് കളഞ്ഞു. കള്ളമൊന്നും പറയുന്നില്ല, ഇല്ല, സത്യം പറയാതിരിക്കുന്നു. അതായത് ഞാൻ ഇപ്പൊ പറയാം, 80 കുട്ടികളാണ് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ 80 കുട്ടികളാണ് ഞാൻ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. 80 ഫില്ലാകുമ്പോൾ ഞാൻ തീരുമാനിക്കും 100 ആക്കാന്നുള്ളത്. എന്നിട്ട് ഞാൻ പറയും 20 കുട്ടികളും കൂടെ കുറെ ആൾക്കാർ, അതായത് പേഴ്സണൽ വന്ന് ചോദിക്കും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം പറയും 100 ആൾക്കാരൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ടാക്കിയത്. എന്നിട്ട് അടുത്ത് എന്തുണ്ടാക്കും, 100 ഫുള്ളായി പറയും അടുത്ത മീറ്റിംഗിൽ നമ്മൾ തീരുമാനിച്ചിട്ട് 120 എന്നുള്ളത്. ഞാൻ ഒറ്റക്കാണല്ലോ, അപ്പം തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ സാറന്മാര് ഫസ്റ്റ് 1-2 ആൾക്കാർ നോർമലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു സാർ വന്നു, ഒരു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അബ്നോർമൽ ആയിരുന്നു. അയാളൊരു കിടിലൻ സാധനമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കയറാൻ തുടങ്ങി. പിന്നെ ഇവര് വഴി അടുത്ത ആളെ കിട്ടി. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അക്കാഡമിയിൽ ഞാൻ ഇന്നേ വരെ എനിക്ക് സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ട ഇന്റർവ്യൂ അറിയില്ല. ഞാൻ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. സ്റ്റാഫിനൊക്കെ ഹയർ ചെയ്യാൻ ഒരു ബിജു സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവരെ ഞാൻ ഇങ്ങനെ മെസ്സേജ് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, സാറുമാർ ആരെങ്കിലും കിട്ടുമോ ചോദിച്ചപ്പം ഇവരെ കെയർ ഓഫിൽ വന്ന ആൾക്കാർ മാത്രമാണ് ഏകദേശം മൊത്തം എൻ്റെ സാറുമാർ. അപ്പം ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെറിയ സെക്കൻഡ് ഒരു അക്കാഡമി ഉണ്ട്, ഒരു ഓൺലൈൻ വഴിയായിരുന്നു ഇന്റർവ്യൂ ഒന്നും ഇല്ല, ഒരു ഡെമോ ക്ലാസ് അയക്കും, സ്റ്റുഡൻസിന് അയക്കും. ക്ലാസ് മനസ്സിലാണ്ട പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു എടുക്കും, എല്ലാം ഒഴിവാക്കും. ഇതാണ് നമ്മുടെ സാധനം. അതായത് എന്താ വെച്ചാല് നമ്മൾ കഴിഞ്ഞിട്ട് ഹയർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞ കാര്യമില്ല. കുട്ടികൾ തന്നെ ചോദിക്കാൻ ഡയറക്റ്റ് ഇങ്ങനെ പറയും, സാർ ഇപ്പൊ ഗ്രൂപ്പിലില്ല, നിങ്ങൾ ഉള്ള ഫീഡ്ബാക്ക് ഉള്ള പോലെ പറഞ്ഞു. മനസ്സിലാവുന്നില്ല, ഒഴിവാക്കിയാണ്, മനസ്സിലാവുന്നില്ല കാരണം ഒഴിവാക്കും, പിന്നെ നിർത്തിക്കൂല. കാരണം ഞാൻ മനസ്സിലിങ്ങനെ കുട്ടികളെ ഒരു ദിവസം ഞാനിങ്ങനെ ഫാമിലി ഒരാള് വിളിച്ച് എന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് എന്ന് പറയുമ്പം എന്റെ വയസ്സ് ചോദിച്ചു. പറഞ്ഞ 19 വയസ്സുണ്ടെന്ന്. അപ്പൊ ആളുടെ പേരക്കുട്ടിക്ക് എന്നെക്കാട്ടി വയസ്സുണ്ട്. ആൾക്ക് 65 വയസ്സുണ്ട്. അപ്പം ഇപ്പോഴത്തെ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡിഗ്രി പഠിക്കൂല. +2 കഴിഞ്ഞാൽ ഇവരെ എങ്ങോട്ടെങ്കിലും ഇറങ്ങും. സത്യം പറഞ്ഞാൽ അത് പ്രശ്നമാണോ? ഉറപ്പല്ലേ. ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്താ വെച്ചാൽ സ്കിൽഡ് കോഴ്സ് വേണം. പക്ഷെ ഈ ഇത്രയും ആൾക്കാർ വന്നിട്ട് എൻ്റെ ഡിഗ്രി പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഓരോ ആൾക്കാർക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടെങ്കിൽ സാലറി കൂടും. അവരെ കമ്പനിയിൽ സാലറി കൂടണമെങ്കിൽ പക്ഷെ ഇനിയുള്ള കാലത്ത് അതിന്റെ കൂടെ ഒരു സ്കിൽഡ് കോഴ്സ് എന്തായാലും വേണം. അതായത് എന്തായാലും വേണം. അതായത് സ്കില്ലുള്ള ആൾക്ക് നല്ല ജോലി കിട്ടുള്ളൂ. നല്ല കമ്പനിക്ക് എന്താവശ്യമുള്ളൂ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ നോക്കുന്നുള്ളൂ. നോർമലി അവർ നോക്കുന്നുള്ളൂ. ഇപ്പം തീരെ ഡിഗ്രി വേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ ഒരു പ്രയോറിറ്റി കുറയും. അതായത് ഇന്റർവ്യൂ നടക്കാണ്, 5 ആൾക്കാർ വന്നു, 2 ആൾക്ക് ഡിഗ്രിയും ഉണ്ട് സ്കില്ലും ഉണ്ട്, 3 ആൾക്ക് സ്കില്ല് മാത്രമേ ഉള്ളൂ. ആരും എടുക്കാം? ഡിഗ്രി ഉള്ളവരെ.
കാരണം ഇവർക്കുള്ളത് ഇവർക്കും ഉണ്ട്, എന്നാൽ ഇവർക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം കൂടെ ഉണ്ട്. അതുകൊണ്ട് അവരാണല്ലോ എടുക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അക്കാഡമിയിലെ ഇത്രയും വയസ്സുള്ള ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് അവർ സമയം എടുത്ത് പഠിക്കുന്നത്, അവർക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ സാലറി കൂടും. ഈ സാധനം അവർക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ പാസ്സായാൽ മതി. ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ്. അങ്ങനെ അവിടെ നിന്ന് പുതിയ സാറന്മാർ വന്നു. ഈ സാറിന് അവിടെ ദിവസം പൈസ അയച്ചു, ചെറിയൊരു പൈസ അയച്ചിട്ട് പറഞ്ഞു സാറന്മാരൊക്കെ ആക്കി തന്നേലേ. ആൾ തിരിച്ചയച്ചിട്ട് പറയാം, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് ആരോടൊന്നും സഹായം തേടാറില്ല. ഇന്നും എൻ്റെ അക്കാഡമിക്കുള്ള എന്ത് സാറന്മാർ വന്നാലും ആൾ എടുക്കും. ഒരു ദിവസം ഞാൻ ഒരു സബ്ജക്റ്റ് എടുക്കാൻ സാറന്മാരില്ല, സാറിനോട് ചോദിച്ചാൽ എടുക്കുമോ ചോദിച്ചു. പറഞ്ഞു ഞാൻ ക്ലാസ് എടുക്കാം, പക്ഷേ സാലറി ചെറിയ പ്രായമായതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യും. ചെറിയ പ്രായമായതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത്. പിന്നെ സാലറിക്ക് ഞാൻ ഡൗൺ ആക്കൂല, കാരണം തുടങ്ങുന്നതിന് മുമ്പേ ആ സമ്മ കൊടുക്കാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ടല്ലോ. അതായത് ഞാൻ എൻ്റെ സാലറിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്നേ വരെ ഞാൻ ഒരു മീറ്റിംഗ് കൂടിയിട്ടില്ല സാറന്മാരായിട്ട്. അഡ്വാൻറ്റേജ് ആണോ ചോദിച്ചാൽ അഡ്വാൻറ്റേജ് അല്ല, പക്ഷേ അതിനുള്ള ആവശ്യം വന്നിട്ടില്ല. കാരണം കോ ഫൗണ്ടേഴ്സ് തമ്മിൽ മീറ്റിംഗ് കൂടേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാവരും എല്ലാം അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് വോയിസ് ഇടും, എല്ലാവർക്കും അറിയാം എന്താ കൊടുക്കേണ്ടതെന്നുള്ള സാറന്മാർക്ക്. എല്ലാവരും അവരെ കാര്യം 25 സാറന്മാരാണ് ഇപ്പോൾ ഉള്ളത്. 25 സാർ. വേറെ സ്റ്റാഫ് ഒന്നുമില്ല, വേറെ ടെലികോളേഴ്സ് അങ്ങനെ സ്റ്റാഫുകളുണ്ട്. അത് ഈ സമയത്തൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഇപ്പൊ പറയുന്ന സമയത്തൊന്നും ഇല്ല. ഇപ്പൊ എവിടെ എത്തി വെച്ചാൽ സ്റ്റാഫുകളൊന്നുമില്ല. ജയകൃഷ്ണൻ സാർ വന്നു, വേറെ 1-2 സ്റ്റാഫുകളെ ഹയർ ചെയ്തു. സുരേഷ് സാർ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അങ്ങനെ 3-4 ആൾക്കാർ വന്ന്. ഈ ആള് ഈ സാറ് നേരത്തെ ഞാൻ ബിജു സാർ പറഞ്ഞല്ലോ, എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്ന ആളാ. ഞാൻ ക്ലാസ് എടുക്കാൻ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു സാലറി വേണ്ട, ക്ലാസ് എടുത്തരാണ്. അതായത് നമ്മുടെ അക്കാഡമിക് ക്രൈറ്റീരിയ ഉണ്ടാവും, ഇത്ര മണിക്കൂറിനുള്ളിൽ ഈ ക്ലാസ് തീർക്കണം എന്നുള്ളത്. അത് ആൾക്ക് ചിലപ്പോൾ പറ്റൂല. അതുകൊണ്ട് എനിക്ക് സാലറി വേണ്ട. ആള് ഇപ്പം ഒരു സബ്ജക്റ്റ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലോജിക് എന്നുള്ളൊരു സബ്ജക്റ്റ് ക്ലാസ് എടുക്കാൻ സാറന്മാർ കിട്ടിയില്ല. അപ്പോൾ ആള് പറഞ്ഞു 2-3 ദിവസം ഞാൻ ക്ലാസ് എടുത്തരാം, എന്നാൽ ലാഗ് ആവില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആൾക്കാരെ തപ്പി കണ്ടെടുത്ത് തന്നോളാണ്. അതായത് അങ്ങനെ ഒരാള്. കുറെ നല്ല മനുഷ്യന്മാർ വന്നോണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് സാറന്മാരെ ഹയർ ചെയ്യേണ്ട വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ 150 ഉള്ളത് 300 ആകുമ്പോൾ ആ മാസം അത് 300 ആയി. അത് എങ്ങനെയാണ് 6 മാസത്തിനിടയിൽ കമ്പനിയിൽ എപ്പോഴെങ്കിലും ഫേസ്ബുക്ക് ആഡ്സോ മെറ്റാ ആഡ്സോ അങ്ങനെ എന്തെങ്കിലും പരസ്യം? ഡിഗ്രീന്റെ കൊടുത്തിട്ടില്ല. ഇല്ല. പിന്നെ ഞാൻ AI കോഴ്സൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതിന്റെയൊക്കെ നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ വെച്ചാല് അടുത്തൊരു കോമഡി, ഈ 150 കുട്ടികളായി ഇവർക്ക് ഡെയിലി പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാനിന്റെ USP. അതായത് റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ ആരും ക്ലാസ് കേൾക്കൂല. അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കണമെങ്കിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യൽ നിർബന്ധം. ഒരു അക്കാഡമീസ് ഫോളോ അപ്പ് ചെയ്യൂല. നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് അയച്ചിട്ട് 3 ക്വസ്റ്റ്യൻസ്, ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലാസ് കേട്ട് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കേൾക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ കൺവേർട്ട് ചെയ്ത്. മനസ്സിലായോ? അപ്പം ഇവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കണം, പുറമെ പുതിയ അഡ്മിഷൻ എടുക്കണം, മാർക്കറ്റ് ചെയ്യണം, സ്റ്റാഫുകളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യണം, അവരെ ക്ലാസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. ചില സാറന്മാരെടുത്ത വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണം. ഇതൊക്കെ ഈ 3 മണിക്കൂറിനുള്ളിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. സംഭവം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു വർക്കത്തും കൊണ്ടാണെന്ന് ഞാൻ ഇപ്പം പറയുള്ളൂ. കാരണം അന്ന് ഞാൻ ചെയ്ത സാധനം ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്നല്ല, ബട്ട് അന്ന് അവിടെ നിന്ന് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത്രയും സാധനം ആ ഒരു ടൈം പീരീഡ്. ഒരാൾക്ക് സെയിൽസ് സ്റ്റാഫിന് വേറെ ആൾ, അഡ്മിഷൻ എടുക്കാൻ വേറെ ആൾ, സാറന്മാരെ ഫോളോ അപ്പ് ചെയ്യാൻ വേറെ ആൾ, ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വേറെ ആൾ, സ്റ്റുഡൻസിന് ഈ 150 ആൾക്കാർക്കും പേഴ്സണൽ മെസ്സേജ് അയച്ച് ഒരു കുട്ടിക്കും പരാതി ഇല്ലാതെ നടന്നു പോകുന്ന അക്കാഡമിയായി. ഇപ്പോഴും ഞാൻ വേണമെങ്കിൽ ഒരു സാധനം ഈ ഫോണിലല്ല വേറെ ഫോണില ഞാൻ ഇടയ്ക്ക് ടെസ്റ്റ് മണീൽസ് പോലെ നിങ്ങൾ നമ്മുടെ അക്കാഡമിയിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ എടുക്കും. ഒരു കുട്ടിയും സാറ്റിസ്ഫൈഡ് ഇല്ല എന്നുള്ളതിൽ വോട്ട് ഇടൂല. പബ്ലിക്കായിട്ട് ഒരു അക്കാഡമിക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും, ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് സ്റ്റുഡൻസിനൊക്കെ ഓപ്പൺ ആണ്. നമ്മളെ സ്റ്റുഡൻസ് കൊണ്ട് പുറത്തുള്ളവരുണ്ട്. കാരണം ഒരു സ്റ്റുഡന്റ് തന്നെ നിങ്ങൾ എന്താ നേരെ ക്ലാസ് തരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി 1000 കുട്ടികളും കാണുന്ന ഇവരെ ബാഡ് ഫീഡ്ബാക്ക് ആണ്. റിസ്ക് ഞാനും എടുത്തതുകൊണ്ടാണ് എനിക്കും ഗ്രോത്ത് കിട്ടിയത്. അതായത് ആ ഒരു സാധനം എനിക്ക് തുടങ്ങാൻ കോൺഫിഡൻസ് ആണ് എൻ്റെ സാറന്മാരാണ്. കാരണം അവര് ചെയ്യുന്ന സാധനത്തിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അവർ ബാക്കിയുള്ള സാധനം കൊടുത്തോളൂ. ഇപ്പം ഒരു ദിവസം ഒരു സാർ ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുത്തു. സ്കെയിൽ പിന്നെ എവിടെയായി? പിന്നെ അത് 300 ആയി. പിന്നെ റെഫറൽ വരാൻ തുടങ്ങി. കാരണം സപ്പോർട്ട് റെഫറൽ എന്തെങ്കിലും ബോണസ് കൊടുത്തിരുന്നോ? ഞാൻ പറഞ്ഞു 300 രൂപ ഒരു അഡ്മിഷന് ബോണസ് തരാന്ന് പറഞ്ഞു. അന്നുണ്ടായിരുന്നു സംഭവം. ഞാൻ പറയാം, പൈസ വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറയണമെന്ന് തോന്നില്ല. ഇല്ല,
ഇതുവരെ വന്ന് നോക്കുമ്പോ ഇനിയും അങ്ങ് ആയിരിക്കുന്നു തോന്നിയിട്ട് പറഞ്ഞതാണ്. എന്തോ വേറെതാണ് കേട്ടാ. എന്തോ മദ്രസയിൽ പോയിട്ട് അവിടുന്ന് ദിക്റൊക്കെ ചൊല്ലിയിട്ട് എന്തോ സേവ ചെയ്തതാണ്. അന്ന് ഏകദേശം ഈ 300 അഡ്മിഷനിൽ ബാക്കി മൊത്തം ഏകദേശം റഫറല. ഇവര് കഷ്ടപ്പെടും ബാക്കിയുള്ള അഡ്മിഷൻ കയറാൻ വേണ്ടിയിട്ട്. ഒരാൾ മാത്രമാണ് എന്നോട് പൈസ വാങ്ങിയത്. ഞാൻ പറയട്ടെ എന്താ സംഭവം എന്ന്. നബീൽ അതിൽ അയക്കുന്ന മെസ്സേജുകൾ പ്രൊഫഷണൽ അല്ല, ആത്മാർത്ഥമായിട്ട് അയക്കുന്നതാണ്. അത് അവർക്ക് കണക്റ്റ് ആയി. അതായത് അവർ ചോദിച്ചെന്താ പറയുക തിരിച്ച് എന്നോട്, നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും ക്ലാസ് ആയിരുന്നു, നമ്മൾ എങ്ങനെയാണ് തിരിച്ച് നിങ്ങളോട് കമ്മീഷൻ വാങ്ങാന്ന് ഒരാളെങ്കിലും പറയാം. ഒരാളെ സ്വഭാവം എല്ലാ ആൾക്കാരും അന്ന് അങ്ങനെയായിരുന്നു. പിന്നീട് അതങ്ങോട്ട് സ്കെയിലായി, സംഭവം പ്രചരിച്ച് ബാക്കിയുള്ള അക്കാഡമീസിൻ്റെ ആൾക്കാരൊക്കെ വന്ന് നമ്മളതിൽ ഇങ്ങനെ സർവീസ് കിട്ടുന്നില്ല, നിങ്ങളതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് പറഞ്ഞ് അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അക്കാഡമി ആയിട്ട് നമ്മൾ അൽഹംദുലില്ലാ മാറി. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങി. ഓരോ സമയത്ത് എന്തിനാ തുടങ്ങുമെന്ന് അറിയില്ല, പക്ഷെ അവർക്കൊരു സ്ട്രാറ്റജിയായി മാറും. ഇപ്പം ഈ കുട്ടികളൊക്കെ എന്ത് കണ്ടു, നമ്മൾ സാർമാർ പറയുന്നത് എക്സാമിന് ചോദിക്കുള്ളൂ വേണ്ട, അപ്പം ഇവർക്കൊക്കെ ഇൻട്രസ്റ്റ് ആയി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായി. അങ്ങനെ നമ്മൾ പ്രോബ്ലംസ് തീരെ ഇല്ല എന്നല്ല, പക്ഷെ കുട്ടികൾ കൊടുക്കേണ്ട ആ ഒരു സാധനത്തിൽ നമ്മൾ പ്രോബ്ലം എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്? മെയിൻ ഇപ്പോഴുള്ളൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ സാറന്മാരും പാർട്ട് ടൈമാണ്. വീഡിയോ ഷൂട്ടിങ്ങിന് നമുക്ക് പ്രോപ്പർ ഒരു സ്ഥലമില്ല. ഇവർക്ക് ഒരു ക്ലാസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം പേയ്മെന്റ് കൊടുത്ത് അവരെ ഒഴിവാക്കുന്നല്ല, പിന്നെ അവർ ആവശ്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പോൾ ചിന്തിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, 4 വർഷം എൻ്റെ കൂടെ നിൽക്കുന്ന സാറന്മാർ, അതിനുശേഷം അവർ ജസ്റ്റ് ഗ്രൂപ്പിൽ നിന്നാൽ മതി, ഞാൻ നല്ലൊരു സാലറി കൊടുക്കും. ഒഴിവാക്കൂല, കാരണം സപ്പോർട്ട് നിർബന്ധമാണ് നമുക്ക്. 4 വർഷം നിന്ന് കഴിഞ്ഞാൽ വെച്ചാൽ 4 വർഷം കൊണ്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യും. പിന്നെ സാറന്മാർ ശരിക്കും ആവശ്യമില്ല. സിലബസ് മാറിയാലോ? മാറിയേ കൊണ്ട് കൊടുക്കും, ഇവർ തന്നെ കിട്ടും. ഏകദേശം എത്ര വർഷത്തിനിടയില സിലബസ് മാറുക? അത് ഞാൻ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കണ്ടായിരുന്നു, നമ്മൾ ഇപ്പൊ തന്നെ സിലബസ് മാറാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ടൈറ്റ് ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് അതൊരു പ്രശ്നമായി തോന്നുന്നില്ല, കാരണം ഇപ്പം എനിക്ക് ഈ മോഡലിലെ സ്റ്റുഡൻസ് സ്റ്റാർട്ടിങ് തന്നെ കിട്ടി. കാരണം മുമ്പത്തെ സ്റ്റുഡൻസ് കയറുമല്ലോ, പിന്നെ നമ്മൾ ചിന്തിക്കണല്ലോ, ബാക്കി വരുന്നൊക്കെ എക്സ്ട്രാ ബോണസ് ആണ്. അതാണ് റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉപകാരം. അതാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റുഡൻസ്, നമുക്കിപ്പോൾ 150 ആണ്, 150 കയറിയ അന്ന് ബാക്കി 400 ആൾക്കാർ കയറിയ അഡ്മിഷനും എനിക്ക് പ്രോഫിറ്റ് ആണ്. അതാ ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് മന്ത് മുതൽ എനിക്ക് പ്രോഫിറ്റാ. 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്, ചെലവില്ല, ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പം നമ്മൾ അതിൻ്റെ സ്കെയിലപ്പ് സ്റ്റേജാണ്, നമ്മൾ പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാ പ്ലാനുള്ള റിവീൽ ചെയ്യാൻ പറ്റുന്നൊക്കെ റിവീൽ ചെയ്യും. ഇപ്പം അടുത്തൊരു സംഭവം വെച്ചാൽ, ഒന്നെന്തായാലും ഡിഗ്രീൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം നടക്കുന്നൊരു സംഭവം പറഞ്ഞുതരാം. നമ്മൾ ഈ കോഴ്സ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഫീസ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പൊതുവെ. ഈ 2000 രൂപ, ഒരു സെക്കൻഡ്, 2000 രൂപ കൊടുക്കുന്ന കോഴ്സില്ലേ, ഇത് മറ്റുള്ള അക്കാഡമികൾ എത്ര ഫീസിലായിരുന്നു കൊടുക്കുന്നത്? 5000. പക്ഷേ ഇപ്പൊ അവർ 2500 ആക്കി. ഇതിലൊന്നും പോകാൻ പറ്റൂല, ആക്കി. ഇനി കയറൂല അഡ്മിഷൻ കയറൂല വെച്ചാല് ചില അക്കാഡമിക്സ് കിട്ടും, എല്ലാവരും ആക്കി. മന്ത്ലി 2500 അല്ലല്ല, നമുക്കൊരു സെമ്മൊക്കെ ഒരു സെമ്മ്. ഓക്കെ. കാരണം വലിയ ചലഞ്ച് എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഫ്രീ ക്ലാസ് കൊടുക്കാൻ തുടങ്ങി, ഫ്രീ റെക്കോർഡ് ക്ലാസ് കൊടുക്കാൻ തുടങ്ങി. അതിന് ക്വാളിറ്റി ഉണ്ടോ? അവിടെയാണ് വിഷയം. ക്വാളിറ്റി ഉണ്ടോ ചോദിച്ചാൽ ലിമിറ്റേഷൻസ് വരും. ഇവർക്കെല്ലാം അങ്ങോട്ട് പറഞ്ഞ് പുഷ് ചെയ്യാൻ പറ്റൂല. നമ്മളെ ഇങ്ങോട്ട് പുഷ് ചെയ്യും, നമ്മളത് ഔട്ട്പുട്ട് കൊടുക്കുകയും വേണം. യൂണിവേഴ്സിറ്റിയെ പുഷ് ചെയ്യാൻ പറ്റൂല. അവരെന്താണോ തരുന്നത് അതങ്ങോട്ട് കേൾക്കുക, പറ്റൂലെങ്കിൽ കേൾക്കാണ്ടിരിക്കുക. അവർ ആപ്പിലൂടെയാണ്. പക്ഷെ ചില ലിമിറ്റേഷൻസ് വരുന്നുണ്ട്, അതാണ് നമ്മുടെ മാർക്കറ്റിംഗ് USP. ഞാനിപ്പോഴും പറഞ്ഞ സംഭവമാണ്. നമ്മുടെ ബാക്കിയുള്ളവരെ ഫീച്ചേഴ്സ് നമ്മൾ കട്ടെടുക്കുന്നതിന് പകരം ബാക്കിയുള്ളവരെ പ്രശ്നങ്ങൾ ഫൈൻഡ് ചെയ്താൽ പോരെ. ആ ഫൈൻഡ് ചെയ്ത സാധനം വരുന്ന കസ്റ്റമേഴ്സിനുള്ളിൽ ഡിമാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ USP അത് റിലേറ്റീവ് ആയി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് അവിടെ പോകുമ്പോൾ ഈ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ആ അക്കാഡമി പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. നമ്മൾ ഓവർ സംഭവം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊന്നുണ്ട്, എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. നബീലിന്റെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ ഏകദേശം നബീലിന് വരേണ്ട ആൾക്കാരായിരിക്കും. യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആൾക്കാർ അവിടെ പോകേണ്ട, അതായത് പൈസ തരാൻ പറ്റാത്ത ആൾക്കാർ എന്തായാലും യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കുള്ളൂ. എല്ലാവരും എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരേ കോഴ്സ് 10 പേര് എടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. കാരണം 10 പേരും എടുക്കുന്ന ആൾക്കാർ പല സ്റ്റൈലായിരിക്കും, ആൾക്കാരെ മാർക്കറ്റ് ചെയ്യുന്ന വേറെ രീതിയായിരിക്കും, ഫോക്കസ് ചെയ്യുന്ന ഏജ് കാറ്റഗറി വേറെ ആയിരിക്കും. അതായത് നമ്മളിപ്പോഴും പറയുന്നത് വെച്ചാൽ, നമ്മൾ ഓരോ ആൾക്കാർക്ക് ഓരോ USP, സെയിലും ലക്ഷ്യമൊക്കെ എടുത്തു നോക്കിയാൽ മതി. സെയിലത്തിന് എമൗണ്ട് കുറവായതുകൊണ്ട് ഒരുപാട് കുട്ടികൾ കിട്ടും. ലക്ഷ്യയിൽ ക്വാളിറ്റി കൂടുതലാണ്, 6 മാസം കൊണ്ട് സാധനം തീർക്കാന്നുള്ള ഇത്, 21-ാം വയസ്സിൽ ലൈഫ് സെറ്റ് ആവാം,
അങ്ങനെ ചില കാര്യങ്ങളുകൊണ്ട് അവർക്കും അഡ്മിഷൻ കിട്ടും. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനത്തെ നമുക്ക് പ്രോബ്ലമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ സിസ്റ്റം ഉണ്ട്. അതായത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ട് സംഭവിച്ചാൽ എൻ്റെ അക്കാഡമിയിൽ വന്ന ഒരു കുട്ടികളും പുറത്ത് പോകരുത്, പോവില്ല. അങ്ങനെ ചെയ്യണം എനിക്ക്. അപ്പം ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ നിന്ന് പുറത്ത് പോകണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം എക്സ്ട്രാ വേറെ അക്കാഡമി കൊടുക്കണം. ഓക്കെ, അതാരും കൊടുക്കാണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ കയ്യിൽ ചെയ്യേണ്ടത്. കാരണം അവർ കൊടുക്കണ എല്ലാം ഞാൻ കൊടുക്കും. ബട്ട് അവര് കൊടുക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ കൊടുക്കാൻ പറ്റുന്നൊക്കെ ഇപ്പൊ നബീലിന് കൊടുക്കാൻ പറ്റും. സ്കെയിലിൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, പറ്റൂല. സ്കെയിലിൽ പക്ഷേ കൊടുക്കാൻ പറ്റൂല. ബട്ട് അപ്പൊ നമ്മളടുത്ത സിഗരറ്റിന്റെ മാർക്കറ്റിംഗ് പർപ്പസ് സിഗരറ്റോ അവർ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ തന്നെ നമ്മൾ കോമ്പറ്റീറ്റീവർ ആവാന്നുള്ള സിസ്റ്റം ഉണ്ട്. സിഗരറ്റ് ഒക്കെ ഏകദേശം ഒരേ കമ്പനിയാണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് പൈസ കൂടും ഓട്ടോമാറ്റിക് എൻ്റെ അക്കാഡമി സ്കെയിലപ്പ് ആകുമ്പോൾ. കാരണം സ്റ്റാഫുകൾ കൂടും, കാര്യങ്ങളൊക്കെ കൂടും. അപ്പോഴേക്ക് എന്ത് ചെയ്യണം, എന്തായാലും ഇത് കൂട്ടണം. അപ്പം പൈസ കുറച്ചിട്ട് ഇറങ്ങും. അപ്പം ചെറിയ ആൾക്കാരൊക്കെ എവിടെ അഡ്മിഷൻ എടുക്കും, അവിടെ എടുക്കും. അപ്പം ഞാൻ അടുത്ത കോഴ്സ് ലോഞ്ച് ചെയ്യണം, ഇവരെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പൈസ കുറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യണം. മനസ്സിലായില്ല എനിക്ക്. അതായത് ഞാനിപ്പോൾ ചെയ്ത സിസ്റ്റം അടുത്ത റൗണ്ട് അടിക്കും. കാരണം ഞാനിപ്പം 5000 ഞാൻ 2500 കൊടുത്തപ്പം 5000 ആൾക്കാരൊക്കെ എൻ്റെ കയ്യിലേക്ക് വന്നു. ഓക്കെ, എൻ്റെ ചിലവ് കൂടുമ്പോൾ ഞാൻ 3000. അപ്പം അടിയിൽ 1500 ആൾക്കാർ കൊടുക്കുമ്പോൾ എൻ്റെ നിന്നൊക്കെ അടിയിലോട്ട് പോകും. അപ്പൊ ഈ 1500 ആൾക്കാർ സ്കെയിലപ്പ് ആകുമ്പോൾ അവർ 3000 ആക്കേണ്ടി വരും. പക്ഷെ ഈ 1500 ആൾക്കാർ പോവരുത്. അതിന് ഞാൻ തന്നെ ക്വാളിറ്റിയുള്ള ഒരു 1500 കോഴ്സ് എടുത്ത് തുടങ്ങണം. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പം കോമ്പറ്റീഷൻ ഞാൻ തമ്മിൽ തന്നെയാണ്. അതായത് എനിക്ക് മത്സരിക്കാൻ പ്രീമിയം ലെവലിലുള്ള ആൾക്കാർ മത്സരിക്കാനുള്ള സാധനമുണ്ട്, ബിഗിനേഴ്സിനോട് മത്സരിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റും. ഓക്കെ, ഗോട്ട് ഇറ്റ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന അക്കാഡമിക്സ് പറഞ്ഞാൽ സ്കൂൾ വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ആൾക്കാർ ഓരോരുത്തേക്ക് പോകും. അപ്പം നമ്മളെല്ലാവർക്കും അതായത് ചില സംഭവങ്ങൾ ഇങ്ങനെയാണ്. ചിലത് നമുക്ക് ചെയ്യാൻ പറ്റൂല. ചെയ്യാൻ പറ്റാത്ത സാധനം നമ്മൾ എവിടെ കണ്ടോ നമ്മൾ അതിൻ്റെ പ്രശ്നം ഫൈൻഡ് ചെയ്യണം. നമുക്ക് പ്രശ്നമാകാൻ പറ്റും. ഈ ഡിബേറ്റ് നടക്കുമ്പോൾ ചില സംഭവങ്ങൾ ഇല്ലാത്തയാണെങ്കിലും നല്ല ഡിബേറ്ററിനാണെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചാൽ ചില അക്കാഡമീസിന്റെ ചില സമയത്ത് ചില സമയത്ത് അതെന്താ വെച്ചാൽ ചില അക്കാഡമീസിന്റെ USB-കളെ ഞാൻ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമായി മാറും. അങ്ങനെയല്ല, ഞാനാണെങ്കിൽ എല്ലാം തുറന്നടിച്ച് വെച്ചാലേ ഇത് കുറച്ച് ഫേമസ് ടീമുകളൊക്കെയാണ്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളിപ്പം കോൺട്രവേഴ്സി ഉണ്ടാക്കി നബീൽ നാളെ വരട്ടെ. ഞാൻ റീൽ എടുത്തിട്ട് മെയിൻ ആയിട്ട് ഇങ്ങനെ ഇടും, നബീൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ആരിവൻ കോൺട്രവേഴ്സി ഉണ്ടാവട്ടെ, നെഗറ്റീവ് ഇല്ലാതെ കാലാകാലം പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇല്ല, കാരണം നമ്മളെ സ്കെയിലിൽ എന്തായാലും നെഗറ്റീവ് വരും. ഇപ്പൊ തന്നെ എനിക്ക് ബാക്കിയുള്ള ഞാൻ പറഞ്ഞല്ലോ 100 അഡ്മിഷൻ ഒറ്റയടിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ സ്കോളേഴ്സ് ഹബിൽ ജോയിൻ ചെയ്തു ഈ അക്കാഡമി സ്റ്റുഡൻസ് അറിയുമ്പോൾ അവർ നോട്ട് ചെയ്തു. പിന്നെ എങ്ങനെ നമ്പേഴ്സ് ഒക്കെ കിട്ടി, എങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസിനെ വിളിക്കുന്നൊക്കെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിരിക്കണ്. എന്തായാലും അങ്ങോട്ട് എത്തുമ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടാവും. പിന്നെ ചെയ്യാം. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഞാൻ തന്നെ വേറെ നമ്പേഴ്സ് എടുത്തിട്ട് വേറെ അഡ്മിഷനൊക്കെ എടുത്ത് ഞാൻ വേറെ അക്കാഡമിയിലേക്ക് ചിലപ്പോൾ കയറും. അപ്പം അതിലൊക്കെ ഞാൻ കണ്ട സംഭവം എന്താ വെച്ചാൽ ഇവര് നമ്മുടെ അക്കാഡമിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫൗണ്ടേഴ്സ് തന്നെ വേറെ നമ്പർ എടുത്തിട്ട് വന്നിട്ട് ആ അക്കാഡമി എങ്ങനെയാന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. എന്റെ ഗ്രൂപ്പിൽ വേറെ അക്കാഡമിന്റെ അടുത്ത് വന്നിട്ട് നെഗറ്റീവ് അടിച്ചിട്ട് നോക്കുമ്പോ ഇത് അവന്റെ ഗേൾഫ്രണ്ടിന്റെ നമ്പറാണ്. അതായത് എനിക്ക് വേണ്ടി പേഴ്സണൽ നമ്പർ അറിയാം, ബട്ട് ആർക്കറിയില്ല. എന്നോട് നല്ല പറഞ്ഞ ആൾക്കാരെ കൊണ്ട് ഇവര് അതിനുള്ളിൽ കയറിയിട്ട് ബാഡ് പറയിപ്പിക്കും. ഇവർക്ക് അഡ്മിഷൻ കയറാൻ, ഇവർ അഡ്മിഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അതായത് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിൽ വെല്ലുവിളികൾ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ അന്ന് നമ്മൾ പഠിച്ച സാധനം പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഭാഗ്യത്തിൽ രക്ഷപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടാവും. നമ്മൾ ആ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. അത് ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ബിസിനസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി. ഇതൊന്നും നമ്മൾ നോക്കാതെ ജയിച്ചു ഞാൻ എന്താ ചെയ്തതൊന്നും അറിയില്ല. പക്ഷെ ഇതിൽ ഞാൻ പഠിച്ച കുറേ പാഠങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന് പല സാധനത്തിലും ഞാൻ കയറി മാർക്കറ്റിംഗ് പർപ്പസ് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2-3 കമ്പനികൾക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയി നിൽക്കുന്നുണ്ട്, ബിസിനസ് കൺസൾട്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എനിക്ക് ഇതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കുറയും. പക്ഷേ ഇത് ടൈം കിട്ടുന്നതല്ല ഞാൻ കാണുന്നത്. എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ആണ്. നാളെ സ്കോളേഴ്സ് ഹബ് തന്നെ ഈ സാധനങ്ങളൊക്കെ അതായത് നമ്മള് എന്തിനാണ് ഈ സാധനം അവർക്ക് പോയി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചിന്തിക്കുമ്പോൾ സഹായിക്കാന്നുള്ള മൈൻഡോട് കൂടെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ അവർ ഒരു ഗ്രോത്ത് തരുന്ന ഒരു സാധനം നമ്മൾ കണ്ടുവെക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളെ പേര്
അപ്പം അതിൽ നമുക്ക് ആ ഒരു ഉപകാരം ഉണ്ട്, മനസ്സിലായി. അതുപോലെ ഇപ്പം ആപ്പിന്റെ ആണെങ്കിൽ നമ്മൾ ഓരോരിടത്ത് നിൽക്കുമ്പോഴും നമുക്ക് സൈഡിൽ കൂടെ നമ്മൾ അതിന് അടുത്ത മാർക്കറ്റിംഗ് ലെവലിലേക്ക് കയറ്റും. ഇവര് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മുടെ മാർക്കറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യായിരിക്കും ചിലപ്പോൾ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ അങ്ങോട്ട് റൗണ്ട് അടിക്കും. പിന്നെ ഇത് നമ്മുടെ ഇതിന് ശേഷം വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആരെ പഠിപ്പിക്കുന്നതിൽ വേറെ ഇതുപോലെ തന്നെ അല്ല. എന്താ സംഭവിച്ചാൽ ഒരാൾ വന്നിട്ട് സങ്കടം പറഞ്ഞു, ആൾക്ക് വർക്കൊന്നുമില്ല ഒന്നുമില്ല, അയച്ചാൽ എന്താ സ്കില്ലുള്ള വയസ്സ് മെറ്റ ആഡ്സ് മാത്രമേ ആൾക്കറിയുള്ളൂ, ക്ലാസ് എടുക്കാനൊന്നും അറിയില്ല, ഒരു 35-40 വയസ്സുണ്ടാക്കുക. അപ്പം ഇവർക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കണം. ഇവർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മെറ്റ ആഡ്സ് അറിയില്ല, നമുക്ക് അതിന്റെ കോഴ്സ് തുടങ്ങിയാലോ പൈസ. കാരണം എനിക്ക് കോഴ്സ് സെല്ലിങ് എൻ്റെ അഭിപ്രായത്തിൽ അത്രയും സിമ്പിളാണ്. ഇന്ന് 5000 കുട്ടികളുള്ള അക്കാഡമി എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുക 5000 കുട്ടികളല്ലേ, ഇപ്പം എനിക്ക് 2500 ഇല്ല, ഇത്ര ചെറിയ പീരീഡ് കൊണ്ട് വലിയ സംഭവം തോന്നിയിട്ടൊന്നുമില്ല, മനസ്സിലായോ. ചില ആൾക്കാരുണ്ട് 1000 കുട്ടികൾ, 500 കുട്ടികൾ, 50 കുട്ടികൾ തന്നെ വലിയ സംഭവമായി നടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഗ്രോത്ത് ചെയ്യാൻ പറ്റൂല. കാരണം കുട്ടികൾ കുറവാണെന്ന് അറിയുമ്പോഴാണല്ലോ നമ്മൾ പണിയെടുക്കുക, വീണ്ടും സ്കെയിലബിളിലേക്ക് പോവുക. ഇവര് വിചാരം 50 എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമായി എന്നുള്ള വിചാരിക്കുന്ന കുറെ ടീമുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പർപ്പസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ആയിട്ടില്ല. ഇപ്പൊ 2000 കുട്ടികളാണെങ്കിൽ ഇത് എവിടെ എത്തിയിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ 50,000 കുട്ടികളുണ്ട്, ബാക്കി 10,000-20,000 കുട്ടികൾ എത്തിക്കുന്നവരെ നമ്മളൊന്നുമല്ല. അതുവരെ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ ടാസ്ക്. എനിക്ക് നബീലിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, 19 വയസ്സിൽ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ നബീലിന്റെ പേഴ്സണൽ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പേഴ്സണൽ ലൈഫിൽ വന്ന മാറ്റങ്ങൾ ചോദിച്ചാല് വണ്ടി എടുത്തോ? ഇല്ല, അതുപോലുള്ള കാര്യങ്ങൾ. ഈ പൈസ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ട്? വീട് കിട്ടുന്നുണ്ട്, വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എടുത്തു തുടങ്ങിയോ? എടുത്തു തുടങ്ങി. ഓക്കെ. അപ്പൊ അതാണ് എന്റെ മെയിൻ ഇൻവെസ്റ്റ്മെന്റ്. വാപ്പ ഇപ്പൊ ഗൾഫിലാണോ? വാപ്പ ഗൾഫിലാണ്. വാപ്പ ഇൻഷാല്ലാ 1 വർഷം കൊണ്ട് നാട്ടിലേക്ക് എത്തിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം ഇതാണ് ഇപ്പം വീട് കെട്ടണം, അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് നടക്കുന്നത്. കാരണം എനിക്കുള്ള എന്തായാലും ഇന്ന് കിട്ടും, പിന്നെ എനിക്ക് എക്സ്പെൻസീവ് കിട്ടും, പിന്നെ 3-4 ബിസിനസ് ഉണ്ടല്ലോ. കാസർഗോഡ് എവിടെയാ? കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മറ്റേ നമ്മള് കാസർഗോഡ് സ്ലാങ് വരുമോ? ഇല്ല, ഞാൻ കാസർഗോഡ് ഭാഷ മറന്നു. 5 വർഷം കോഴിക്കോട് പഠിച്ചാണല്ലോ. കോഴിക്കോട് എന്നൊക്കെയാ പറയുന്നത്. കോഴിക്കോടുള്ളവര് പറയുന്ന പോലെ കോഴിക്കോട് എങ്ങനെയാ പറയുന്നത്? കോഴിക്കോട് പഠിച്ച്, പിന്നെ ചാലിയം പഠിച്ചു, പിന്നെ ഇപ്പം കൊച്ചിയിലാണ് നമ്മളെ ഓഫീസും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക ചോദിച്ചാല് എനിക്ക് ഒരു സാധനം മനസ്സിലായി, കൂടെ നിൽക്കുന്ന കോമ്പറ്റീറ്റീവേഴ്സിന്റെ പ്രോബ്ലത്തിനെ അല്ല സാധനം അവരെ USB-യെ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റട്ടെ. അതായത് ഞാനിപ്പോ ആപ്പിന്റെ കമ്പനിയിൽ ഞാൻ മാനേജർ ആണെങ്കിൽ എനിക്ക് എന്തൊക്കെ വേണം? എനിക്ക് +2 കഴിഞ്ഞേ ഉള്ളൂ. ആപ്പ് ഡെവലപ്മെന്റിനെ പറ്റിയോ ടെക്കിനെ പറ്റിയോ ഒന്നും അറിയില്ല. പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സാധനം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മാർക്കറ്റിങ്ങിൽ വേണ്ട സാധനം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റുകളെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറി. നമ്മൾ എന്തുകൊണ്ടാണ് അവർ വെച്ച് അത്രയും നമ്മളിപ്പം 20% ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ്. എല്ലാവർക്കും അറിയോ, വീട്ടിലും ഫാമിലിയിലൊക്കെ തുടങ്ങി ആ 150 ആൾക്കാർ ഇതായപ്പോ പിന്നെ എല്ലാവരും സപ്പോർട്ടായി. പിന്നെ ആർക്കും അതായത് എന്തായാലും പ്രോഫിറ്റ് കൊടുക്കാറുണ്ടോ? അതായത് വീടിന്റെ എക്സ്പെൻസിന് ഇപ്പൊ ഞാൻ വീട്ടിൽ കേടുന്ന ഞാൻ കുറച്ചൊക്കെ നോക്കുന്നത്. ഇൻഷാല്ലാ എന്റെ പ്ലാൻ അത് തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ മിഡിലോ ആ ഒരു ലെവലിലായിരുന്നു മുമ്പ് ഉണ്ടായത്. പക്ഷെ എനിക്കും എൻ്റെ പെങ്ങൾക്കും നമ്മളെ ഉമ്മപ്പൊന്നും തരാണ്ടോ അങ്ങനെയൊന്നല്ല. നമുക്ക് എന്താണോ വേണ്ട അതൊക്കെ അവര് തിന്നാതെ തിന്നിട്ടാണെങ്കിൽ നമുക്ക് വാങ്ങിത്തരും. ഒരു സെറ്റപ്പായിരുന്നു. പുറത്തൊക്കെ പോയാൽ നമ്മൾ പൊതുവെ സാധാ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചുകൊണ്ടായ ആൾക്കാരാ, നോർമൽ ഫുഡേ കഴിക്കുള്ളൂ. പക്ഷെ ഇന്ന് പുറത്തിറങ്ങിയ ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും ആദ്യം 1 2 വേണം പറയും. അതായത് ഇന്ന് ധൈര്യമാണ്, കൊടുക്കാൻ ആളുണ്ട് എന്നുള്ള ആ ധൈര്യം, അതാണ് നമുക്കുള്ള ഒരു സന്തോഷം. ഇപ്പൊ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീട്ടുകാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യും. പൈസ നോക്കൂല. മുമ്പാകുമ്പോ 50 രൂപ 100 രൂപ ഇതിനൊക്കെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയപ്പോ ഓൺലൈൻ കോഴ്സ് സെല്ലിംഗ് ഉപയോഗിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് 6 മാസം കൊണ്ട് ഞാനിങ്ങനെ വായിട്ടടച്ച് പറയാണ് പലരോടും ഈ ഓൺലൈൻ കോഴ്സ് സെല്ലിംഗ് ഇത്രയും വലിയ സാധനമാണെന്ന്. എന്നിട്ടൊന്നും ഓൺലൈൻ കോഴ്സ് സെല്ലിങ്ങിന്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെറ്റ ആഡ്സിന്റെ. അങ്ങനെ നമ്മളങ്ങോട്ട് മെറ്റ ആഡ്സിന്റെ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഒന്നും അറിയില്ല, ഇവർക്കൊന്നും അറിയില്ല. മെറ്റ ആഡ്സ് ഒരു തിങ്കളാഴ്ചയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഈ പ്ലാൻ ഇടുന്നത്. ബുധനാഴ്ച നമ്മൾ കോഴിക്കോട് BC-യിൽ വെച്ച് കാണുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു, ഒരു വോയിസ് ക്രിയേറ്റ് ചെയ്ത് ഈ വോയിസ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് കയറി അയക്കാൻ പറഞ്ഞു. ഒരു ഗ്രൂപ്പ് കൊടുത്തു, ആ ഗ്രൂപ്പ് കയറി അയച്ച് കുറച്ച് ആൾക്കാർ നമ്മൾ ഗ്രൂപ്പ് കയറി. അങ്ങനെ നമ്മൾ
ബുധനാഴ്ച അഡ്മിഷൻ തുടങ്ങി. ആക്ഷൻ പ്ലാൻ ഇല്ല, ഒരു സാധനം ഇല്ല. നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ച ക്ലാസ് തുടങ്ങുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ക്ലാസ് എടുക്കാൻ ആളെ കിട്ടിയില്ല. ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് എന്തുകൊണ്ടാ റെക്കോർഡ് കൊടുക്കുന്നത്? എപ്പോഴും കൊടുത്തൂടെ? കൊടുക്കുക. നമ്മൾ എടുത്തിട്ടില്ല, വീഡിയോ എടുത്തില്ല. എടുത്തിട്ടില്ല. സാറന്മാരെ കണ്ടെത്താൻ പറ്റണം, കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ക്ലാസ് എടുക്കാൻ ആളെ കിട്ടില്ല. അല്ല, ഈ മെറ്റാ ആഡ് അറിയാന്ന് പറഞ്ഞ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയല്ല, ഇവരെയും ഞാനും പാർട്ട്ണറായിട്ട് ഒരുമിച്ച് തുടങ്ങി. ഇവർക്ക് വേറെ അക്കാഡമിന് പേരിട്ട് അന്ന് എനിക്ക് ഇൻട്രസ്റ്റ് വെച്ചാൽ എല്ലാവർക്കും ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. കണ്ട ആൾക്കാർക്കൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. അത് സെറ്റ് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഉപഗ്രാം പരിചയപ്പെടുത്തി കൊടുത്താൽ. അതായത് അന്ന് ഞാൻ വേറൊരാളൊക്കെ ആള് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആയി ആള് കരഞ്ഞുകൊണ്ട് വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ അക്കൗണ്ടിൽ 10,000 രൂപ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവർക്ക് സാധാരണ എല്ലാവർക്കും ഇങ്ങനെ ലൈവ് ക്ലാസ് അല്ലെങ്കിൽ വീട്ടിൽ ട്യൂഷൻ നടക്കുമ്പോൾ ആ ചുറ്റുഭാഗത്ത് അവർക്കൊരു 10 കുട്ടികളെ കാണാൻ പറ്റുള്ളൂ. ഓൺലൈൻ ആകുമ്പോൾ ഓരോ നാട്ടിൽ നിന്നും 10 ആൾക്കാരാകുമ്പോൾ കേരളം മൊത്തം എത്ര ആൾക്കാരെ കിട്ടി? മനസ്സിലായി? അതാണ് നമ്മുടെ ഓൺലൈൻ സാധ്യത. ആ സാധനം കൺസെപ്റ്റ് മാറി, പണ്ടുള്ള കൺസെപ്റ്റ് മാറി മാറി എല്ലാവരും ഇപ്പൊ ആക്സെപ്റ്റ് ആയി വരുന്നു. ഇപ്പോ $2.92 ബില്യൺ ആണ് ഓൺലൈൻ കോഴ്സ് ലേണേഴ്സിന്റെ മാർക്കറ്റ്. 2030 ആകുമ്പോഴേക്ക് അത് 29 ബില്യൺ ആവും. $29 ബില്യൺ. അതായത് 10 മടങ്ങ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വളരാൻ പോവാണ് ഇൻഡസ്ട്രി. കാരണം ഇന്ന് എല്ലാവരും സാധ്യതകൾ മനസ്സിലാക്കാൻ തുടങ്ങി, കുറേയൊക്കെ മനസ്സിലായി. അങ്ങനെ 3 മാസം കൊണ്ട് 1000 കുട്ടികൾ ജോയിൻ ചെയ്തു. അതാണ് നമ്മൾ അടുത്തൊരു സാധനം. അങ്ങനെ പിന്നെ നമ്മൾ ചെറിയ ഇതൊക്കെ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് ലീവ് ചെയ്തു, അത് ആക്കനെ കൊടുത്തു ഫ്രീ ആയിട്ട്. എത്രയായിരുന്നു അപ്പോൾ ഫീസ് വാങ്ങിയത്? മെറ്റ ആഡ്സിന് മാത്രമായിട്ട് 400-500 എന്തോ ആണ് എൻ്റെ ഓർമ്മ. 3 മാസം കൊണ്ട് 1000 സ്റ്റുഡൻസ്. അപ്പോൾ ഒരു മാസം കൊണ്ട് ഏകദേശം ഒരു 300 സ്റ്റുഡൻസ്. ഒരു മാസത്തിൽ 300 സ്റ്റുഡൻസ്. ഇതിൽ നമുക്ക് 300 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ അടുത്ത് 500 രൂപ ഫീസ് ആകുമ്പോൾ എത്രയായി? അത്യാവശ്യം എമൗണ്ട് വന്നതെന്ന് തോന്നുന്നു. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ മാസത്തിൽ ഒരാൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കില്ല് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നു. ബേസിക് ആയ സ്കില്ല് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആൾക്ക് ഒന്നും അറിയില്ല. മെറ്റാഡ്സ് എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ ഒരാൾ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. വേറൊരാള് ആൾക്ക് മാത്സേ അറിയുള്ളൂ. അപ്പൊ ആള് ഇവർക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് മാത്സിന്റെ വേദിക് മാത്തമാറ്റിക്സ് എന്ന സംഭവം ഉണ്ട്, മാത്സിന്റെ ട്രിക്സ് പഠിക്കുന്ന. ഇയാൾക്ക് ഇതറിയാം. ഇയാൾക്ക് 2 മാസമായിട്ട് ആകെ 2-3 കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്നേ ഉള്ളൂ. ഇയാൾ വന്ന് സങ്കടം പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കും ഞാൻ ഒന്ന് തുടങ്ങി തരാൻ പറഞ്ഞിട്ട്. ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാ? മാർക്കറ്റിംഗ് വെച്ചാൽ ഓരോ ആൾക്കാർക്ക് ഓരോ പർപ്പസ് ആണ്. നമ്മൾ ആദ്യം ടാർഗറ്റ് ഓഡിയൻസിനെ ബേസിക്കലി നോക്കുക. ചെറിയ പൈസക്ക് കോഴ്സ് കൂടുതൽ നോക്കുക. ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും. അല്ല, ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ മെറ്റാഡ്സ് ചെയ്യൂല. ഇനീഷ്യൽ സ്റ്റേജിൽ പൈസ ഉണ്ടാക്കും. ആ പൈസ തന്നെ ഇവിടത്തേക്ക് റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. മനസ്സിലായില്ല, നിങ്ങളിപ്പോ ഒരു കോഴ്സ് ഉണ്ടാക്കി വെച്ചു. ഇതിലേക്ക് ആൾക്കാർ എത്തിക്കണം. അപ്പം ബിസിനസ് ഓണേഴ്സിന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഗ്രൂപ്പുകൾ തപ്പി കയറുക, എന്നിട്ട് എല്ലാവർക്കും ഒന്ന് മെസ്സേജ് അയക്കാം, ബൾക്ക് അയക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 10 ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 5000 കിട്ടിയെങ്കിൽ 5000 മെറ്റ കിട്ടി കൊടുക്കുക. എന്നിട്ട് മെറ്റയിലേക്ക് അന്ന് കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, കാരണം ഓരോ സ്റ്റേജിൽ ഞാൻ ഓരോന്ന് മനസ്സിലാക്കി. അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത് മണ്ടത്തരാണെന്നാണ്. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മണ്ടത്തരം. കാരണം എനിക്കിപ്പോൾ കോഴ്സ് കിട്ടിയിട്ട് 3 ലക്ഷം കിട്ടുകയാണെങ്കിൽ ആ 3 ലക്ഷം വെച്ചുള്ള സ്കെയിലബിലിറ്റി എനിക്ക് നടക്കുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു പരിധി ഉണ്ട്. പക്ഷെ അവിടെ ഞാനൊരു 10 ലക്ഷം വരെ വാങ്ങുകയാണെങ്കിൽ, അല്ല, ഫസ്റ്റ് ഒരു പൈലറ്റ് റൺ ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ മാത്രം. സ്റ്റാർട്ടിങ്ങിൽ വെറുതെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കഴിഞ്ഞ ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിൽ അങ്ങോട്ട് കൂട്ടിപ്പോവുകയും ചെയ്യും. നമുക്ക് ബിസിനസ്സിന് കുറെ രീതികൾ എടുക്കാം. ചില സംഭവം എന്ന് വെച്ചാൽ ഇല്ലാത്തൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ഇപ്പം നിലവിലൊന്നുമില്ല, നമ്മൾ സാധാ കാണുന്ന ഒരു പ്രോബ്ലം അതുണ്ടാക്കി അതിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ അതിന് പരിഹാരം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നു. നമ്മൾ കുവിൽ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടോ? ഇല്ല. കുവിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, ചെറിയ ചെക്കന്മാരാ. ഞാന് കുവിൽ ഒരു അവിൽ മിൽക്കിന്റെ സംഭവം, പൊടി കുലുക്കി അവിൽ മിൽക്ക്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. അതായത് നമ്മള് ഇതേപോലെ ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്തു, കുറച്ച് സംഭവങ്ങൾ പഠിച്ചു. അതായത് ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി. 22 വയസ്സിന് താഴെയുള്ള യങ് എന്റർപ്രണേഴ്സിന് മാത്രമുള്ള നമ്മളൊരു ഗ്രൂപ്പ്. അതിൽ ഞാൻ ചില ആൾക്കാരെ കണ്ടു. ഒരു 15 വയസ്സായ ചെക്കൻ, അവന്റെ കീഴിൽ 20 സ്റ്റാഫുകൾ. 15 വയസ്സായ ചെക്കൻ, അവന്റെ കീഴിൽ 20 സ്റ്റാഫ്. 19 വയസ്സുള്ള, അതായത് അവന്റെ വെച്ചാല് അവന്റെ സ്കില്ല് വെച്ചിട്ടാണ്. ഞാനിപ്പോ ചെയ്ത എന്റെ അഡ്വാൻറ്റേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് നമ്മള് ബാക്കിയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, 18-ാം വയസ്സ് +2 കഴിഞ്ഞ ഒരാൾ ഡിഗ്രി ട്യൂഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അതായത് സിലബസ് അറിയൂല, ഒന്നും അറിയില്ല. ഇന്നേ വരെ പൊതുവെ ആരും അറിയാത്ത പ്ലാറ്റ്ഫോമിൽ ഇറങ്ങൂല, അങ്ങനെയാണ് പറയാറ്. ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും നമ്മള് അത് അറിയുന്ന ആരെങ്കിലും കൂടെ കൂട്ടും. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു, അറിയാത്തത് ഇറങ്ങരുത് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് ചെയ്യരുത്. ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്.
പെട്ടുപോയി, ഇനിയിപ്പോ നീന്തി കയറാൻ വഴിയില്ല. പിന്നെ മനസ്സിലായി, അവിടെ കയറിയപ്പോഴാണ് പിന്നെ അതിന്റെ ആ പ്ലാറ്റ്ഫോം മനസ്സിലായി. എനിക്ക് ആകെ അറിയണം മാർക്കറ്റിംഗ് പർപ്പസ് മാത്രമാണ്. പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് കോഫൗണ്ടേഴ്സ് പോലെ സാറന്മാരെയും കിട്ടി. ഇന്നൊന്നും നോക്കണ്ടല്ലോ. മെയിൻ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പറഞ്ഞു, അതുപോലെ മെറ്റാ ആഡ്സ് പറഞ്ഞു, വേറെ എന്തൊക്കെയാണ്? മെയിനായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അക്കാഡമീൻ്റെ ടോട്ടലി ഞാൻ മാർക്കറ്റ് ചെയ്തത് വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ്. ഗ്രൂപ്പ് പിന്നെ ഞാൻ ഇങ്ങനെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും, കുട്ടികൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കും, അവർ റെഫറൽ കൊണ്ടുവരും, എങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പാസ്സായില്ലെങ്കിൽ പൈസ തിരിച്ചു തരാന്നുള്ളൊരു സാധനം. പക്ഷേ സ്കെയിൽ ഇതൊന്നും പറ്റില്ല കേട്ടോ. പറ്റൂല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സിനെതിരാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്പറിന് അയക്കുക വെച്ച് അല്ല, നമ്പറല്ല. ഇപ്പം അത് ആ ഒരു 150 കുട്ടികൾക്ക് വേണ്ടി മാത്രമേ ബൾക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. വാട്സപ്പ് ഗ്രൂപ്പ് നമ്പർ എടുക്കാം. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും, കമ്മ്യൂണിറ്റി പോലെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ്. അതിൽ 1500 കുട്ടികൾ, അതായത് ഈ കുട്ടികളൊക്കെ ഇതിൽ കയറും. കാരണം ഫ്രീ ആയിട്ട് പഠിപ്പിക്കാണല്ലോ, മനസ്സിലായോ? അപ്പൊ ഇവരൊക്കെ നമ്പർ കിട്ടി, അത് നമ്മുടെ കുട്ടികളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിൽ പ്രൊമോഷൻ നടത്തും. മനസ്സിലായോ? അപ്പം അവരെയൊക്കെ എത്തിക്കാനുള്ള മെത്തേഡ് എന്താണ്, അതാണ് നമ്മളിപ്പോൾ നോക്കുക. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ ഞങ്ങളുടെ പാസ്സായില്ലെങ്കിൽ പൈസ തിരിച്ചു തരും. ഇതെല്ലാവരും കൊടുക്കാൻ പറ്റൂല, കാരണം അതിന് ചില റീസൺസ് ഉണ്ട്. അതാണ് അത് എല്ലാം പറഞ്ഞ ബാക്കിയുള്ളവരെ അടിച്ചോണ്ടോ. അതായത് അത് എന്തുകൊണ്ടാണ് പാസ്സായില്ലെങ്കിൽ പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞാൽ അവര് പഠിക്കാത്തതിന്റെ ആയിരിക്കും. പക്ഷെ ചില റൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും പാസ്സാവും അവസാനം. മനസ്സിലായി. എന്തായാലും അവർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നാൽ പോലും മിനിമം ഒരു 20 ആൾക്കെങ്കിലും കൊടുത്താൽ. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് പഠിക്കും, അവർ ഫോളോ ചെയ്യും. അവർ ക്ലാസ് കേട്ട് എന്തായാലും പാസ്സാവും ചെയ്യും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഈ സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് പബ്ലിക്കായിട്ട് ഇപ്പം എല്ലാവരും പോസ്റ്റർ കൊടുക്കാൻ പോകും. എവിടെ? നമ്മുടെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ 3 പോസ്റ്റർ, ഒരു പോസ്റ്ററിൽ മാത്രം പാസ്സായില്ലെങ്കിൽ പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞാൽ ആരെങ്കിലും മറ്റേലെടുക്കുമോ? കാരണം ഇപ്പം അതിന്റെ സ്കെയിലബിലിറ്റിയിൽ ഞാൻ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ഇപ്പം പുതിയ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ NIOSലേക്ക് മാറും, ഇഗ്നോയിലേക്ക് മാറും. ഒരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രം നിൽക്കാൻ ഉദ്ദേശമില്ല. ഞാൻ നേരത്തെ ഒരു പ്ലാൻ പറഞ്ഞല്ലോ. അപ്പൊ അതും കൂടെ ഇത്ര വർഷത്തിൽ ഇത് ഇവിടെ എത്തും എന്നുള്ളൊരു സാധനം കൂടെ ഫൈനലി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് റാപ്പ് അപ്പ് ചെയ്യാം. ഓക്കെ. ഫൈനലി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത സംഭവം വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാനിപ്പം പബ്ലിക്കായി പറയാത്ത വെച്ചാല് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അത് എന്തായാലും ചെയ്യും. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ പണിയാവും. അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ ഞാൻ ഉദ്ദേശം വെച്ചാൽ വിത്തിൻ 2 years അല്ലെങ്കിൽ പോട്ടെ ഒരു 3 years നമുക്ക് അതിന്റെ റിസർച്ചും അതിന്റെ കാര്യങ്ങളും പിന്നെ മാർക്കറ്റിംഗ് പർപ്പസിലേക്ക് എത്തുമ്പോൾ ഒരു 3 years ഉണ്ടെങ്കിലും ആ സാധനം ലോഞ്ച് ആവുകയാണെങ്കിൽ എന്തായാലും ഒരു 2 or 3 lakh സ്റ്റുഡൻസ് അതിലേക്ക് അട്രാക്റ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ടൈക്കോൺ ആവോ അപ്പോൾ? അതിൽ നമ്മൾ ഞാൻ മറ്റൊരു മാർക്കറ്റിംഗ് പർപ്പസ് ഞാൻ കാണുന്നത് വെച്ചാൽ, ഒരിക്കലും നിലവിൽ ഹൈപ്പിൽ നിൽക്കുന്ന വലിയ ടീമുകളോട് എനിക്ക് കോമ്പറ്റീഷനിൽ നടക്കാൻ പറ്റൂല. കാരണം അവരിറക്കുന്ന പൈസ നമുക്ക് ചിലപ്പോൾ ഇറക്കാൻ പറ്റൂല. പക്ഷെ അവരോട് നമുക്ക് കളിക്കാൻ പറ്റുന്ന വേറൊരു രീതിയുണ്ട്. ചെറിയ കുട്ടികൾക്ക് മിഠായി കൊടുത്തിട്ട് നമ്മൾ പിടിക്കണ പോലെ നമ്മൾ ഒരു വീട്ടിലുള്ള വേറെ ആൾക്കാരെ ഫോക്കസ് ചെയ്യും. ആ വീട്ടുകാർ നമ്മളെ അക്കാഡമിനെ പറ്റി അറിയുന്നു, എന്നിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ സംഭവം ഉണ്ട്, നമ്മുടെ മെയിൻ സാധനം അവരെ USB ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ആ സാധനം ഇറങ്ങി കഴിഞ്ഞാലാണ് അടുത്ത കോമ്പറ്റീഷൻ നടക്കുക. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാം അതുപോലെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വിളിക്കും പോഡ്കാസ്റ്റിന്. അപ്പൊ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല വരുന്നത് അല്ലേ? വേറെ ലെവലിലായിരിക്കും, കുറെ കഥകൾ പുതിയത് പറയാനുണ്ടാവും. എന്തായാലും അതുപോലെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.